സ്റ്റുഡൻസ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, രണ്ട് കൈയും ഒന്ന് ഉയർത്താമോ, ഒന്ന് വിരൽ അനക്കാമോ നിങ്ങൾ നന്നായിട്ട്? വെരി ഗുഡ്, കൊള്ളാം. കയ്യിലൊരു നോട്ട്ബുക്കും കൂടെ വേണം കേട്ടോ ക്ലാസ്സിലെ, കാരണം കുറച്ച് ചോദ്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. അപ്പം അത് നിങ്ങളതിന് ഉത്തരം എഴുതാനൊക്കെ പരിശ്രമിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഗ്രൂപ്പായിട്ട് എങ്ങാനും ഇരുത്തിയിരിക്കുകയാണോ? അല്ല. അപ്പം സാധിക്കുന്നവരെ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരിക്കണം. കമ്പൽസറി അല്ല, പക്ഷേ 3-4 അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ ഫ്രണ്ട് സീറ്റേഴ്സിന്. നല്ല ജീവിത പങ്കാളിയെ കിട്ടും, ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ വന്നിരിക്കുന്ന മക്കളുണ്ടാകും നമുക്ക്. എപ്പോഴും പിന്നിലോട്ട് പോയി തോറ്റു തൊപ്പിയിടുന്ന മക്കളല്ല, മുന്നിലോട്ട് കയറി വരുന്ന മക്കളുണ്ടാകും നമുക്ക്. മൂന്നാമത്തത് നമ്മുടെ ടോപ്പിക്ക് മൈൻഡ്ഫുൾനെസ് ആണ്. അപ്പം മുന്നിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് നാച്ചുറലായിട്ട് തന്നെ മൈൻഡ്ഫുൾനെസ് ഉണ്ടാകും. ഇനി മുന്നിൽ വന്നിരിക്കുന്ന ആളുകൾ ഇൻ്റർവ്യൂവിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് വിജയിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ വേരിയബിൾസ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുന്നതിന്. എന്ന സ്നേഹത്തോടു കൂടി ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ രസകരമായ കൗതുകകരമായ ഒരു സെഷനിലേക്ക് പ്രവേശിക്കാം. ഞാൻ നിങ്ങളെ എല്ലാവരെയും വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യമേ ഒരു ചോദ്യം ചോദിക്കുവാണ് കേട്ടോ. ആരെങ്കിലും എൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതുമോ എന്ന് നോക്കട്ടെ. ലളിതമായ ചോദ്യമാണ്, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ ലൈൻ, പെട്ടെന്നൊരു വര വരയ്ക്കണം സ്പീഡിന്. വെരി ഗുഡ്, മിടുമിടുക്കി, താങ്ക്സ് എ ലോട്ട്. വെരി ഗുഡ്, കൊള്ളാം. ഫ്രണ്ടിലോട്ട് വന്നിരുന്നത് വളരെ പോസിറ്റീവായി കേട്ടോ. വെരി ഗുഡ്, കൊള്ളാം. ഡ്രോ എ ലൈൻ. നൗ റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ ആൻഡ് ലാസ്റ്റ് ലെറ്റർ ഓഫ് യുവർ നെയിം ഇൻ ദ ബിഗിനിങ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ. ഞാൻ ഹായ് പറയുമ്പോൾ ഹലോ പറയണം കേട്ടോ. ഹലോ, ഹലോ. വെരി ഗുഡ് കേട്ടോ, നിങ്ങൾ വളരെ പോസിറ്റീവ് കഥാപാത്രങ്ങളാണ്. കൈ ഉയർത്തുക മാത്രമല്ല, കൈ ചലിപ്പിക്കുകയും ചെയ്തു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹായ്, താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ കൗതുകകരമായ ചില ജീവിത അനുഭവങ്ങളിലേക്കും കഥകളിലേക്കും പസിൽസിലേക്കും രസകരമായ ചില ഗാനങ്ങളിലേക്കും ഒക്കെ ഞാൻ നിങ്ങളെ സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പം എൻ്റെ ചോദ്യം വളരെ ലളിതമായ ചോദ്യമായിരുന്നു. അപ്പം എൻ്റെ പേര് ജോജു, ജെ വര യു. ഇപ്പം സീതയാണെങ്കിൽ എസ്, ഒരു വര എ. അങ്ങനെയൊക്കെയാണ് സാധാരണ നിലയിൽ സൊല്യൂഷൻ വരുന്നത് കേട്ടോ. പക്ഷേ എൻ്റെ ചോദ്യം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു, വളരെ വ്യത്യസ്തമായ ചോദ്യമായിരുന്നു. അപ്പോൾ അതിന് വ്യത്യസ്തമായ ഉത്തരം ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നാണ് എനിക്കറിയാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഡ്രോ എ ലൈൻ, റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ ആൻഡ് ലാസ്റ്റ് ലെറ്റർ ഇൻ ദ ബിഗിനിങ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ. ഇൻ ദ ബിഗിനിങ് ആൻഡ് പുറകിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന 3 പേര്. ശ്രദ്ധിച്ചിരിക്കുക പ്ലീസ്. റെഡി? ഡ്രോ എ ലൈൻ, റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ ആൻഡ് ലാസ്റ്റ് ലെറ്റർ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം മൊത്തം പേപ്പറിനകത്ത് 4 അക്ഷരങ്ങൾ എഴുതിയ ആരെങ്കിലും ഉണ്ട്? കൈ ഉയർത്താമോ? ഇനി പേന എടുക്കരുത്. ഒരാളുണ്ട്. അതിന് ഒന്ന് കൊണ്ട് കാണിക്കാമോ? ബുക്ക് ഒന്ന് കൊണ്ട് കാണിക്കാമോ പെട്ടെന്ന്? വെരി ഗുഡ്. കാരണം ഞാൻ പറഞ്ഞത് ഡ്രോ എ ലൈൻ, റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ ആൻഡ് ലാസ്റ്റ് ലെറ്റർ ഇൻ ദ ബിഗിനിങ്. ജെ യു, വര ജെ യു. വെരി ഗുഡ്, മിടുമിടുക്കി. വെരി ഗുഡ്. നല്ല കയ്യടി പോരാ. വിഷ്ണുപ്രിയ, വിഷ്ണുപ്രിയയ്ക്ക് ഒരു നല്ല ക്ലാപ്പ് കൊടുക്കാമോ? അഞ്ചാറ് പേർക്ക് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തില്ല. കറക്റ്റ് 2 പ്രാവശ്യം കൊണ്ട് നിർത്തണം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഫോക്കസ്ഡ് ആയിരിക്കണേ. നിങ്ങൾ ഒത്തിരി ഒന്നും എഴുതണ്ട, ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. എഴുതാൻ വല്ലതും തോന്നുവാണെങ്കിൽ എഴുതിക്കും. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ഉത്തരം എഴുതാനായിട്ട് പരിശ്രമിക്കേണ്ടത് കേട്ടോ. അപ്പം വളരെ ഫോക്കസ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുന്ന കംഫർട്ടബിൾ അങ്ങ് പോയിരുന്നു. ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം പ്ലീസ് കേട്ടോ. ഇവിടേക്ക് അങ്ങ് പോയിരുന്നു. ഇടയ്ക്ക് ഹെൽപ്പിന് ഞാൻ വിളിക്കും കേട്ടോ. എൻ്റെ PPT ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിക്കും കേട്ടോ. അന്നേരം വരണം. മിടുക്കി, കൊള്ളാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി, കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി, നടു നിവർത്തിയിരുന്നു. പ്ലീസ് ഹൃദയങ്ങളൊക്കെ ഒന്ന് ഏകാഗ്രമാക്കി. മൈൻഡ്ഫുൾനെസ് ആണ് നമ്മുടെ വിഷയം. മൈൻഡ്ഫുൾനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയം. പ്രസൻറ്റിലായിരിക്കുക,
പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കുക. പ്രസാദം വദനത്തിങ്കൽ, കാരുണ്യം ദർശനത്തിലും, മാധുര്യം വാക്കിലും സൂക്ഷിക്കുക. വലിയ ദൗത്യമാണത്. പ്രത്യേകിച്ച് അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണത്. പ്രസൻസ് ഉണ്ടായിരിക്കുക, പ്രസൻറ്റിൽ ആയിരിക്കുക, പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കുക. പ്രസാദം വദനത്തിങ്കൽ, കാരുണ്യം ദർശനത്തിലും, മാധുര്യം വാക്കിലും സൂക്ഷിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഈ പ്രസൻസ് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. വി ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. വി ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. നമ്മൾ പകുതിയെ കേൾക്കുന്നുള്ളൂ. ഡ്രോ എ ലൈൻ, റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ ആൻഡ് ലാസ്റ്റ് ലെറ്റർ. അത്രയും കേട്ടുള്ളൂ, ഫുള്ള് കേട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു വര വരച്ചു. നമ്മുടെ പേരിൻ്റെ ആദ്യ അക്ഷരം ആദ്യവും അവസാന അക്ഷരം അവസാനത്തിലും എഴുതി. ഒരു നിമിഷത്തേക്ക് നമുക്ക് മൈൻഡ്ഫുൾനെസ് നഷ്ടപ്പെട്ടു പോയി. പകുതിയെ കേട്ടുള്ളൂ. ഡ്രോ എ ലൈൻ, റൈറ്റ് the first letter and last letter in the beginning of the line and at the end of the line. ആദ്യ അക്ഷരവും അവസാനത്തെ അക്ഷരവും വരിയുടെ ആദ്യം എഴുതണം. ആദ്യ അക്ഷരവും അവസാനത്തെ അക്ഷരവും വരിയുടെ അവസാനത്തിലും എഴുതണം. അല്പം ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ, മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം നമുക്ക് നേടാൻ പറ്റും. ഹാപ്പിനെസ് നേടാൻ പറ്റും. എല്ലാവരും ഹാപ്പിനെസ്സാണ് അന്വേഷിക്കുന്നത്. അറിഞ്ഞും അറിയാതെയും ഹാപ്പിനെസ്സാണ് അന്വേഷിക്കുന്നത്. എല്ലാവരും പീസ് ആണ് അന്വേഷിക്കുന്നത്. എല്ലാവർക്കും പീസ് വേണം. ദലൈലാമ പറയും, വേൾഡ് പീസ് ബിഗിൻസ് വിത്ത് ഇന്നർ പീസ്. വേൾഡ് പീസ് ബിഗിൻസ് വിത്ത് ഇന്നർ പീസ്. നാം ഏറ്റവും കൂടുതൽ കാഷ്വലായിട്ട് എടുക്കുന്നതും പോരടിക്കുന്നതുമായ ഒരു വ്യക്തിയാണ് നമ്മുടെ അമ്മ. ഹൃദയങ്ങളൊന്ന് ഏകാഗ്രമാക്കി ഒരു മൗന പ്രാർത്ഥനയോടുകൂടെ കണ്ണുകൾ അടച്ച് നമുക്ക് നമ്മുടെ അമ്മയെ ഒന്ന് ഓർത്തെടുക്കാം. പ്രഭാതത്തിൻ്റെ താക്കോലും രാത്രിയുടെ ഓടാമ്പലുമാണ് പ്രാർത്ഥന. മഹാത്മാഗാന്ധി. പ്രാർത്ഥന എൻ്റെ ജീവശ്വാസം. മഹാത്മാഗാന്ധി. പ്രാർത്ഥിക്കാതിരുന്നെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോയേനെ. മഹാത്മാഗാന്ധി. എല്ലാം മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ മനുഷ്യൻ. ഏറ്റവും മഹാനായ മനുഷ്യൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. പക്ഷെ ഐൻസ്റ്റൈൻ പറഞ്ഞു, ഞാനല്ല, രണ്ടാം സ്ഥാനക്കാരനായ മഹാത്മാഗാന്ധിയാണ് നമ്മുടെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മനുഷ്യൻ. ഇനി വരുന്ന തലമുറകൾ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നെന്ന് കേട്ടാൽ വിശ്വസിക്കില്ല. മജ്ജയിലും മാംസത്തിലും ശരീരത്തോടെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയെ നോവിക്കാതെ ഈ ഭൂമിയുടെ പരപ്പിലൂടെ നടന്നു പോയി എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന തലമുറ വിശ്വസിക്കത്തില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ വാക്കുകൾ. തനിയേ നടന്നു നീ പോവുക, അരുതേ പരാശ്രയവുമിളവും, അനുഗാമിയില്ലാത്ത പഥിക തുടർന്നാലും ഇടറാതെ നിൻ ധീരഗാനം, തുടർന്നാലും ഇടറാതെ നിൻ ധീരഗാനം. ധീരമാം സ്നേഹമേ ശാന്തി, ശാന്തി ഗീതമാണെന്നുമേ ഗാന്ധി. നമുക്ക് നമ്മുടെ അമ്മയിലേക്ക് തിരിച്ചു പോകാം.
നമ്മുടെ അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്. ഒത്തിരി ഛർദില്, ഭക്ഷണത്തോടൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊക്കെ കാണുമ്പം ഛർദിക്കാൻ തോന്നുകയാണ് അമ്മയ്ക്ക്. അമ്മയുടെ ഉദരത്തിൽ ഒരു കൊച്ചു കുഞ്ഞ് രൂപപ്പെട്ടിരിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മളിരിക്കുകയാണ്. പക്ഷെ പുറത്തോ അമ്മ ഒത്തിരി ബുദ്ധിമുട്ട്, ഒത്തിരി പ്രയാസങ്ങൾ. ഒരു പക്ഷേ മദറിലോ പറഞ്ഞു കാണും, ഓ കല്യാണം കഴിച്ച് 3 മാസമല്ല ആയുള്ളൂ, അതിനിടയ്ക്ക് അങ്ങ് പ്രഗ്നൻ്റ് ആയോ, എന്താ ഇത്ര ധൃതി? ചിലരെങ്കിലും പറഞ്ഞു കാണും, മോളെ നീ ഇപ്പം PGക്ക് പഠിക്കുമല്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രഗ്നൻസി, അത് നിൻ്റെ പഠിത്തവും നിൻ്റെ കരിയറും എല്ലാം കുളമാക്കത്തില്ലേ? ഒരു കൂട്ടുകാരി പറഞ്ഞു, ഛേ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് അങ്ങ് പ്രഗ്നൻ്റ് ആയത്, നിന്റെ ഭംഗി ഒക്കെ പോവും. ഇതൊന്നും എൻ്റെ അമ്മ ശ്രദ്ധിച്ചില്ല. എൻ്റെ അമ്മയുടെ മനസ്സിൽ ഒരു മുഖം, മനോഹരമായൊരു മുഖം. ആ മുഖം കാണാൻ, ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ, ആ കുഞ്ഞിന് വേണ്ടി ജീവിക്കാൻ, ഒരു മെഴുകുതിരി പോലെ ആ കുഞ്ഞിന് വേണ്ടി കത്തിത്തീരാൻ അമ്മ ഒരുങ്ങുകയാണ്. അമ്മ ഒരുങ്ങുകയാണ്. ആദ്യ ദിവസങ്ങളിലൊക്കെ വലിയ ഛർദ്ദില്, ദേഹം വലിഞ്ഞ് മുറുകുന്നത് പോലെ ഛർദ്ദിച്ച് 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 തൊണ്ട മുറിഞ്ഞ് എൻ്റെ അമ്മ 1-2 തവണ ചോര ഛർദ്ദിച്ചു. ഇടയ്ക്കൊക്കെ ഭർത്താവിൻ്റെ കാർക്കശ്യമുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പം അഭിമന്യു അമ്മയുടെ ഉള്ളിലിരുന്നത് പോലെ എൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലിരുന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് അമ്മയുടെ കണ്ണ് നനഞ്ഞു. അമ്മ അറിയാതെ തൻ്റെ ഉദരത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് തൊട്ടു, തലോടി. കുഞ്ഞ് വിഷമിക്കണ്ട, ഒന്നുമില്ല, അമ്മയല്ലേ കൂടെ. എന്തെല്ലാം സംഘർഷങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ. പ്രഗ്നൻ്റായി എന്ന് പറഞ്ഞ് വീട്ടിലെ ജോലികൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ? കറിക്കരിയണം, തറ തുടയ്ക്കണം, തുണി നനയ്ക്കണം, അതിരാവിലെ ഉണരണം, രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാലേ ഉറങ്ങാൻ പറ്റൂ. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, കഷ്ടപ്പാടുകൾ. എങ്കിലും എൻ്റെ അമ്മ ഹാപ്പിയാണ്. മനസ്സിലൊരു ആനന്ദമാണ്, പുഞ്ചിരിയാണ്, സന്തോഷമാണ്. കാരണം എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ പോകുന്നു. എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ട്. അതിന് ചിറക് കൊടുക്കണം, ആകാശത്തിലോട്ട് അതിനെ പറത്തിവിടണം. പഠിപ്പിച്ച് സാധിക്കുമെങ്കിൽ ഒരു ടീച്ചർ തന്നെ ആക്കണം. നല്ല ഒരു ടീച്ചർ. ഏറ്റവും നല്ല കരിയറല്ലേ ടീച്ചിങ്? ഭാവി തലമുറകളെ വാർത്തെടുക്കുന്ന ഒരു ശില്പിയല്ലേ അധ്യാപകൻ? എൻ്റെ കുഞ്ഞ് ഒരു മാഷാകട്ടെ, എൻ്റെ കുഞ്ഞ് ഒരു ടീച്ചറാകട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണ് നനഞ്ഞ് അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം. പിന്നീട് ആദ്യത്തെ 2-3 മാസം ഡോക്ടർ പറഞ്ഞു, വളരെ കെയർഫുള്ളായിരിക്കണം, വലിയ ഭാരമെടുക്കണ്ട, ചാടാനും ഡാൻസ് ചെയ്യാനും ഒന്നും പോകണ്ട, ഗർഭം അലസിപ്പോകാൻ പാടില്ലല്ലോ, കപ്പയ്ക്കയും പൈനാപ്പിളും ഒന്നും കഴിക്കണ്ട, നല്ല ടാബ്ലറ്റ്സ്, നല്ല പോലെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിച്ചോളൂ. കുറേ നിർദ്ദേശങ്ങൾ. തന്നെത്താനെ ചികിത്സിക്കരുത് കേട്ടോ. പനിയോ എങ്ങാനും വന്നാൽ എന്നെ വന്ന് കാണണം. തന്നെത്താനെ ഒരു മരുന്നും കഴിക്കരുത്. അമ്മ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാൻ തുടങ്ങി. കഴുത്തെല്ലാം കറുത്തു, മുഖമെല്ലാം വാടി, കണ്ണെല്ലാം തളർന്നുപോയി. വല്ലാതെ ക്ഷീണിതയാവുകയാണ് അമ്മ, ഒരു വാടിയ ചേമ്പിലെ പോലെ. എന്നാൽ ഞാനോ അമ്മയുടെ ഉദരത്തിൽ ചക്കുടുവാവയായി
ഉരുണ്ടുരുണ്ട് ആരോഗ്യത്തോടെ വളരുകയാണ്. അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും അമ്മ കഴിച്ച സാലഡിൻ്റെയും കുടിച്ച ജ്യൂസിൻ്റെയും എല്ലാം സത്ത് വൈറ്റമിൻസ് എല്ലാം ഞാൻ ഇഞ്ഞു വലിച്ചെടുത്തു. മെല്ലെ മെല്ലെ അമ്മയുടെ വയറ് വലുതാവുകയാണ്. 4 മാസം 5 മാസം 6 മാസമൊക്കെ ആയി, വലുതായി വയറ്. ചിലരെങ്കിലും പറഞ്ഞ് കളിയാക്കി കാണും, ഓ എന്തോ ഒരു വയറ്, എന്തോ ഈ 2 കുഞ്ഞുങ്ങളാണോ? പലരും പറഞ്ഞു കാണും, ആ അനങ്ങാതെ കുത്തി ഇരുന്നോ, നന്നായിട്ട് സുഖപ്രസവം കിട്ടണമെങ്കിൽ നല്ലപോലെ ഇറങ്ങി ജോലി ചെയ്യൂ കുട്ടി. വലിയ വയറുമായി തറ തുടയ്ക്കാനും തറ തൂക്കാനും തുണി നനയ്ക്കാനും കറിക്കരിയാനും ഒക്കെ ഇറങ്ങി എൻ്റെ അമ്മ. നനവുള്ള സ്ഥലത്തൊക്കെ നടക്കുമ്പം വലിയ ശ്രദ്ധയോടെയാണ് നടക്കുന്നത്. തെന്നി വീണാലോ എൻ്റെ കുഞ്ഞിന് ആപത്ത് വരും, എൻ്റെ കുഞ്ഞിന് ആപത്ത് വരും. രാത്രിയിലൊക്കെ ഇങ്ങനെ സൈഡ് ചരിഞ്ഞാണ് കിടക്കുന്നത്. വലിയ വയറല്ലേ, വയറിനകത്ത് കുഞ്ഞല്ലേ, ഒരു ഭാഗം വേർത്ത് കുളിക്കും. അപ്പം നേരെ തിരിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ല. മെല്ലെ വയറ് താങ്ങി പിടിച്ച് എഴുന്നേക്കും, വയറ് പൊക്കിയെടുത്ത് മടിയിലോട്ട് വയ്ക്കും, എന്നിട്ട് മെല്ലെ റൈറ്റ് സൈഡിലോട്ട് ചരിയും. ആദ്യം മെല്ലെ വയറ് മെല്ലെ താത്ത് വെച്ച് മെല്ലെ അങ്ങ് കിടക്കും. ഒരു സ്ലോ മോഷൻ സിനിമ പോലെയാണ് അമ്മ തിരിഞ്ഞു കിടക്കുന്നത്. പൂർണ്ണഗർഭത്തിൻ്റെയൊക്കെ വലിയ പ്രാരാബ്ദങ്ങൾ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് 9 മാസവും 9 ദിവസവും കഴിഞ്ഞ് ആശുപത്രി 2, 3, 4 മണിക്കൂർ നേഴ്സെല്ലാം വയറ് പിടിച്ച് ഞെക്കിപ്പിടിഞ്ഞു. അമ്മ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തു, കുഞ്ഞു പുറത്തു വരുന്നില്ല. സാധാരണ ഒരു മനുഷ്യന് അനുഭവിക്കാൻ പറ്റുന്ന വേദനയുടെ യൂണിറ്റ് 45 പോയിൻ്റാണ്. പക്ഷെ ഡെലിവറിയുടെ സമയത്ത് അമ്മ 55 മുതൽ 57 വരെ യൂണിറ്റ് പെയിൻ ആണ് അനുഭവിക്കുന്നത്. ശരിക്കും ഒരു വ്യക്തി അങ്ങനെയുള്ള വേദനയിലേക്ക് പോയാൽ അൺകോൺഷ്യസ് ആകും, മാനസിക വിഭ്രാന്തി പോലും ഉണ്ടായേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ഒരു മാജിക്, പ്രസവിക്കുന്ന അമ്മയ്ക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല. അവസാനം കുഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് വരികയാണ്. നേഴ്സ് പെട്ടെന്ന് ദേഹം തുടച്ചു. അമ്മ വലിയ സംതൃപ്തിയോടുകൂടെ എൻ്റെ മുഖത്തേക്ക് നോക്കി. ആദ്യമായി എൻ്റെ മുഖം കാണുകയാണ്. മെല്ലെ ഈ കൊച്ചു കുഞ്ഞിനെ എന്നെ അമ്മയുടെ അടുത്തോട്ട് കൊണ്ട് കിടത്തി. അമ്മയുടെ നെഞ്ചത്ത് നിന്ന് ഞാൻ പാല് വലിച്ചു കുടിച്ചു. വെളുത്ത പാല്, വെളുത്ത ചോര, അമ്മയുടെ ചോര തന്നെയാണ് അമ്മ തന്ന പാല്. വയറ് നിറച്ച് പാല് കുടിച്ചിട്ട് ബോധരഹിതനായി സുഖമായി ഞാൻ അവിടെ കിടന്നുറങ്ങി. 1/4 മണിക്കൂർ കഴിഞ്ഞ് കുടിച്ച പാല് പെടുത്തു, ദേഹം നനഞ്ഞു, കീന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വീണ്ടും എഴുന്നേറ്റു. വീണ്ടും പാല്, വയറ് നിറച്ച് പാല് കുടിച്ചു, ഉറങ്ങി, വീണ്ടും എടുത്തു, വീണ്ടും കരഞ്ഞു, എഴുന്നേറ്റ് പാല് കുടിച്ചു. 3-4 തവണ കഴിഞ്ഞപ്പോൾ കുടിച്ച പാലെല്ലാം കൂടെ ഒരുമിച്ച് കക്കൂസിൽ പോയി. കുടിച്ചത് പാലാണെങ്കിലും മലത്തിന് വല്ലാത്ത ദുർഗന്ധം. അമ്മ ആ കൊച്ചു കുഞ്ഞിനെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി തുടച്ച് കഴിയിപ്പിച്ച് ഭംഗിയാക്കി കൊച്ചു തുണിയൊക്കെ പൊതിഞ്ഞു കൊടുത്ത് വീണ്ടും അടുത്തുകൊണ്ട് കിടത്തുകയാണ്. നഴ്സുമാരൊക്കെ സഹായിച്ചു. ഈ ഭൂമിയിലേക്കുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം കൗതുകത്തോടുകൂടെ ഞാനെല്ലാം നോക്കുകയാണ്, കൗതുകത്തോടുകൂടെ ഞാനെല്ലാം കാണുകയാണ്. പിന്നീടുള്ള 6 മാസങ്ങൾ വെട്ടിയിട്ട വാഴ പോലെ ഞാൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഒന്ന് തിരിയാൻ പോലും ആവുന്നില്ല. കരയും, പാല് കുടിക്കും, ഉറങ്ങും, വീണ്ടും നിക്കറ് നനയും, എഴുന്നേക്കും, കരയും,
പാല് കുടിക്കും, ഉറങ്ങും. അവസാനം 5-6 മാസം കഴിഞ്ഞ് മെല്ലെ കമിഴ്ന്നു വീണ് എഴയാൻ തുടങ്ങിയപ്പോഴെന്താണ്, എന്ത് കിട്ടിയാലും എടുത്ത് വായിൽ വയ്ക്കും. അതുകൊണ്ട് അമ്മ മൂർച്ചയുള്ള സാധനങ്ങളൊന്നും തറയിൽ വെക്കില്ല, ഒന്നും തറയിലിടില്ല. കൊച്ചെടുത്ത് വായിൽ വെച്ചാലോ? ഒരു ദിവസം അമ്മ വെള്ളം കോരാൻ മുറ്റത്തിറങ്ങി. തിരിച്ചു വന്നപ്പോഴേക്കും ഞാൻ പെടുത്തു. അതിലടിച്ച് കളിക്കുകയാണ്. ചിരിച്ചിരുന്നുള്ള ശബ്ദം അത് ഭയങ്കര താല്പര്യത്തോടു കൂടെ കേട്ടുകൊണ്ട് അമ്മ പെട്ടെന്ന് എന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് പൗഡറൊക്കെ ഇട്ട് കിടത്തി. മെല്ലെ ഞാൻ പിടിച്ച് എഴുന്നേക്കാൻ തുടങ്ങി. മെല്ലെ പിച്ച് നടക്കാൻ എന്നെ അച്ഛനും അമ്മയും സഹായിച്ചു. വലിയ ഭയത്തോടു കൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് ആദ്യമായി പോയത്. സ്കൂളിലെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് കരഞ്ഞ് പിടിച്ച് വീട്ടിലോട്ട് വന്ന് ഞാൻ അമ്മയോട് വാശി പിടിച്ചു, ഇനി ഞാൻ സ്കൂളിൽ പോവില്ല. നിർബന്ധമായി എന്നെ അമ്മ സ്കൂളിൽ ചേർത്തു. മെല്ലെ 1, 2, 3, 4, 5, 6, 7 ഒക്കെ ആയപ്പം എൻ്റെ സ്വഭാവം മെല്ലെ മാറുകയാണ്. അമ്മ ചെയ്യുന്നതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. ഫ്രണ്ട്സിനെയാണ് ഇഷ്ടം. എന്ത് പറഞ്ഞാലും പടി 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 പടി. അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ലേ, എന്നെ എൻ്റെ പാട്ടിന് വിട്. അമ്മയുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചു, ഷൗട്ട് ചെയ്തു. അമ്മയുടെ കണ്ണ് നിറയുന്നത് പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. അമ്മയോട് പിണങ്ങി മുറിയിൽ കയറി കഥ കടച്ചിരുന്നു. അമ്മയോട് പിണങ്ങി സംസാരിക്കാതിരുന്നു. അമ്മയോട് പിണങ്ങി ഭക്ഷണം കഴിക്കാതിരുന്നു. എന്നിട്ടും അവസാനം തോറ്റ് വരുന്നത് അമ്മയാണ്. സോറി മോളെ. അമ്മ സോറി പറയാം, എൻ്റെ കുഞ്ഞു വാ, വന്ന് ഭക്ഷണം കഴിക്കുക. മാതൃ ദേവോ ഭവ. ഇനി മുതൽ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പാത്രം കോളേജിൽ വെച്ച് തന്നെ കഴുകണം. വീട്ടിൽ കൊണ്ടുചെന്ന് കഴുകാൻ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കരുത്. ഉച്ചഭക്ഷണം നന്നായിരുന്നു എന്ന് എല്ലാ ദിവസവും വീട്ടിൽ ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് അമ്മയോട് പറയണം. അമ്മയ്ക്ക് ഒത്തിരി സ്നേഹം കൊടുക്കണം. അമ്മയ്ക്കറിയാത്ത ഒരു രഹസ്യവും ഉണ്ടാകരുത് നമ്മുടെ ജീവിതത്തിൽ. അമ്മയും അച്ഛനെയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്കണം. അവരുടെ കണ്ണുകൾ ഒരിക്കലും നനയാതിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കണ്ണു തുറക്കാം. താങ്ക് യു വെരി മച്ച്. ശരിക്കും ഞാനൊരു ഗൈഡഡ് മെഡിറ്റേഷനാണ് ട്രൈ ചെയ്തത്. നമ്മുടെ മാതാപിതാക്കന്മാരെ പറ്റി ജസ്റ്റ് ഒന്ന് ഓർക്കാൻ, അവർ നമുക്ക് വേണ്ടി എന്ത് പെയിനാണ് എടുത്തത് എന്നൊന്ന് ആലോചിക്കാൻ, ഒരല്പം ഒന്ന് മൈൻഡ്ഫുൾ ആകാൻ, ഒരു തുള്ളി, ശകലം മതി. ഒരല്പം ഒന്ന് മൈൻഡ്ഫുള്ളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ അച്ഛനെയും അമ്മയും എന്ത് ചെയ്യാൻ പറ്റില്ല, വേദനിപ്പിക്കാൻ പറ്റില്ല, വിരൽ ചൂണ്ടി സംസാരിക്കാൻ പറ്റില്ല, ഷൗട്ട് ചെയ്യാനും സാധിക്കില്ല. കണ്ണ് നനഞ്ഞവരൊക്കെ കൈ ഉയർത്ത്. ചെറുതായിട്ടെങ്കിലും കണ്ണ് നനഞ്ഞവര്, ഒത്തിരി പേരുടെ കണ്ണ് നനഞ്ഞു. എൻ്റെ കണ്ണ് നനഞ്ഞു. ഞാൻ കൊട്ടാരക്കര തൃക്കണ്ണമംഗലത്താണ് ജനിച്ചത് കേട്ടോ, കൊട്ടാരക്കര തൃക്കണ്ണമംഗലം. അപ്പോൾ അവിടെ രാത്രിയിൽ ഇരുന്ന് പഠിക്കാനൊക്കെ ഇരിക്കുമ്പോഴേ എൻ്റെ അമ്മ ഉറങ്ങത്തില്ല. രാത്രിയിൽ എൻ്റെ കൂടിരിക്കും. 12 മണി, 1 മണി, 2 മണി വരെയൊക്കെ ഞാൻ ഇരുന്ന് എന്ത് ചെയ്യും, പഠിക്കുമായിരുന്നു കേട്ടോ. അത് എൻ്റെ കൂടി ഇങ്ങനെ ഇരുന്ന് അടുത്തിരുന്ന് ഉറങ്ങുക. അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങി ഞാൻ എണ്ണീറ്റ് പോയി കിടക്കുന്നത് വരെയും എൻ്റെ മമ്മി എൻ്റെ അടുത്ത് വന്നിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ മമ്മിയുടെ ഒരു വലിയ സപ്പോർട്ടും സ്നേഹവും ഒക്കെ കിട്ടിയത് കൊണ്ടാണ് എനിക്ക് പഠിച്ച് പാസ്സാവാനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് കിട്ടി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഈ യാത്രകളുടെ പിന്നിൽ
നമുക്ക് സപ്പോർട്ട് തരാൻ ആരുണ്ടായിരുന്നു? നമ്മുടെ മാതാപിതാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ പറ്റി ഓർക്കാനും ചിന്തിക്കാനും അവരുടെ ആ ഷൂസ് ഇട്ടുകൊണ്ട് കാര്യങ്ങളെ കാണാനും ഒക്കെ ഉള്ള ഒരു കഴിവ് നമുക്ക് നേടിയെടുക്കാനായി നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ശാഖയാണ് മൈൻഡ്ഫുൾനെസ്. അത് പോസിറ്റീവ് സൈക്കോളജിയുടെ ഭാഗമാണ് കേട്ടോ. പോസിറ്റീവ് സൈക്കോളജിയുടെ ഭാഗമാണ്. ഇപ്പോൾ പോസിറ്റീവ് സൈക്കോളജിയാണ്, നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, ലോകത്ത് ആളുകൾ മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സാണ് പോസിറ്റീവ് സൈക്കോളജി. അതിൻ്റെ ഒരു ഭാഗമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പുതിയ ഡയമെൻഷൻ. ഈ മൈൻഡ്ഫുൾനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒരു അവയർനെസ് നിങ്ങൾക്കെല്ലാവർക്കും നൽകാനും മൈൻഡ്ഫുൾനെസ് കില്ലേഴ്സ് എന്തൊക്കെയാണെന്നൊന്ന് ഓർപ്പിക്കാനും മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വളരെ ബ്രീഫായിട്ട് പെട്ടെന്ന് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ നിമിഷങ്ങളിൽ പരിശ്രമിക്കുന്നത്. ആദ്യമേ തന്നെ കൗതുകകരമായ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരിക്കൽ ഒരു ഭർത്താവ് ഒരു IT പ്രൊഫഷണലാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ചെയ്യാനുണ്ട്. അപ്പം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മിടുമിടുക്കനായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന ടേബിളിൽ ഇരിക്കുകയാണ്. തൊട്ടടുത്ത് കുഞ്ഞ് മോളുണ്ട്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി. ഭാര്യ നല്ല സ്നേഹമുള്ള നല്ല ഒരു ജീവിത പങ്കാളിയാണ് കേട്ടോ. അപ്പം ഭാര്യ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു. അപ്പം ഈ ഒരു കോഫി കൊണ്ടുവച്ചു. അപ്പം ഈ കൊച്ചുകുട്ടിയുടെ കൈ തട്ടി ഈ കോഫി എവിടെ വീണു? ഈ ഭർത്താവിൻ്റെ ആ നല്ല ഡ്രസ്സിൽ വീണു. അദ്ദേഹത്തിൻ്റെ ഷർട്ടും പാൻസും എല്ലാം എന്ത് ചെയ്ത് ആകെ നാശമായി, വൃത്തികേടായി, ഇനി ഇടാൻ പറ്റില്ല. അദ്ദേഹം പെട്ടെന്ന് ഷൗട്ട് ചെയ്തു ഈ കുട്ടിയോട്, എന്താ നീ കാണിച്ചത്? കണ്ണില്ലേ നിനക്ക്? ദേഷ്യത്തോടുകൂടി ഇറിറ്റേഷനോടുകൂടെ ഭർത്താവ് പറയുകയാണ്. ഉടനെ കൊച്ചു പെൺകുട്ടിയുടെ മുഖഭാവം മാറി, അത് കരയാൻ തുടങ്ങി. ഉടനെ ഈ ഭർത്താവ് ഭാര്യയെടുത്ത് പറയുവാണ്, നീയല്ലേ അവിടെ കൊണ്ടുവച്ചത് അവളുടെ കൈയുടെ തൊട്ടടുത്ത്? ഒരു സംഭവം കൊണ്ടുവയ്ക്കുന്നത് എവിടെയാണെന്ന് അറിയില്ലേ? ഭയങ്കരമായിട്ട് ഭാര്യയോടും ഷൗട്ട് ചെയ്തു. ഭാര്യയുടെ മുഖവും വാടി, പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പം ഈ പെങ്കൊച്ച് കരച്ചിൽ എന്ത് ചെയ്യുന്നില്ല, നിർത്തുന്നില്ല. അപ്പം കുറച്ച് കഴിഞ്ഞ് പുള്ളി ശാന്തനായി. എന്നിട്ട് പുള്ളി പറഞ്ഞു, ആ സാരമില്ല, പോട്ടെ പോട്ടെ, വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും കൊച്ചെന്ത് ചെയ്യുന്നില്ല, കരച്ചിൽ നിർത്തുന്നില്ല. അപ്പം അവസാനം എന്ത് സംഭവിച്ചു? അങ്ങനെ കരഞ്ഞിരുന്ന് ലേറ്റായിപ്പോയി. സ്കൂൾ ബസ് അങ്ങ് പാസ് ചെയ്തു പോയി. ഉടനെ ഇനി ആര് കൊണ്ടാക്കണം? ഈ അപ്പൻ കൊണ്ടാക്കണം കൊച്ചിനെ. ഭാര്യയും ഒരു പ്രൊഫഷണലാണ്. പുള്ളിക്കാരി പെട്ടെന്ന് സാരി എടുത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കരയുന്ന കണ്ണുകളോടുകൂടെ പുള്ളിക്കാരി ജോലിക്ക് പോയി. അപ്പോൾ ഈ കൊച്ച് ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഇതിനെ അങ്ങോട്ട് കൊണ്ടാക്കണം, പുള്ളിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ പുള്ളി ഓടിച്ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കൊച്ച് ഡ്രസ്സ് മാറിയിട്ടില്ല. ഉടനെ കൊച്ചിനെ മുറിയിലോട്ട് കൊണ്ടുപോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യിപ്പിച്ച് ബാഗെല്ലാം എടുത്തുകൊണ്ട് ഓടി വന്ന കാറിൽ കയറി വേഗത്തിൽ കാർ ഓടിക്കുകയാണ്. ആര് തടഞ്ഞു നിർത്തി? പോലീസ് ഓഫീസറെ തടഞ്ഞു നിർത്തി. അദ്ദേഹം 500 രൂപ എന്ത് ചെയ്തു? ഫൈൻ അടിച്ചു. 2 ശകാരവും കൊടുത്തു. കണ്ടിട്ടൊരു മാന്യനാണെന്ന് തോന്നുന്നല്ലോ. ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? മറ്റുള്ളവരുടെ ജീവന് താങ്കൾ ഒരു വിലയും കൊടുക്കുന്നില്ല. പോലീസുകാരൻ്റെ ഷൗട്ടിങ്. പ്രിയപ്പെട്ടവരെ, പോലീസുകാരൻ്റെ ഫൈനൊക്കെ കൊടുത്ത് പെട്ടെന്ന് കാറ് വളരെ വേഗതയിൽ ഓടിച്ച് സ്കൂളിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ബെല്ലടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ കൊച്ചിനെ ഇറക്കി വിട്ടു. സാധാരണ നിലയിൽ എപ്പം പിരിഞ്ഞു പോകുമ്പോഴും ഈ കൊച്ചു പെൺകുട്ടി അച്ഛനൊരു മുത്തം കൊടുത്തിട്ടാണ് പോകുന്നത്. അന്ന് എന്തില്ല, അച്ഛന് മുത്തം കിട്ടിയില്ല. പുള്ളി ടാറ്റയൊക്കെ പറയാൻ നോക്കിയിട്ട് വെട്ടിത്തിരിച്ച മുഖവുമായി പെൺകുട്ടി സ്കൂളിലോട്ട് കയറിപ്പോയി. പുള്ളി പെട്ടെന്ന് കാർ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് കാറിൻ്റെ പുറയിൽ നോക്കിയപ്പോൾ എന്തില്ല, ലാപ്ടോപ്പ് എടുത്തിട്ടില്ല. ഇന്ന് പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള ലാപ്ടോപ്പ് എവിടെ ഇരിക്കുകയാണ്? വീട്ടിലിരിക്കും. ഇനി വീട്ടിൽ ചെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്ന് പ്രസൻറ്റേഷൻ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളി വിചാരിച്ചു പ്രസൻറ്റേഷൻ ഇല്ലാതെ എന്ത് ചെയ്യാം, കയറി സംസാരിക്കാമെന്ന് വിചാരിച്ച് പുള്ളി ഓഫ് ഹാൻഡായിട്ട് പ്രസൻറ്റ് ചെയ്തു. പുള്ളിയുടെ പ്രസൻറ്റേഷൻ ഫലപ്രദമായില്ല. പ്രോജക്റ്റ് അവർക്ക് എന്ത് ചെയ്തില്ല, കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ബോസ് ഭയങ്കരമായിട്ട് പുള്ളിയുടെ അടുത്ത് എന്ത് ചെയ്തു, ഷൗട്ട് ചെയ്തു. ഉച്ചയായപ്പോഴത്തേക്ക് സാധാരണ നിലയിൽ ഭാര്യ വൃത്തിയായിട്ട് നല്ല ഒരു പാക്കറ്റ് അദ്ദേഹത്തിന് കഴിക്കാൻ വേണ്ടി കൊടുത്തു വിടുന്നതാണ്. രാവിലെ വഴക്കിൻ്റെയും ബഹളത്തിൻ്റെയും ഇടയ്ക്ക് ഭാര്യ എന്ത് ചെയ്തില്ല,
പൊതി കെട്ടിക്കൊടുത്തില്ല. അതുകൊണ്ട് പുള്ളി അന്ന് ക്യാൻറ്റീനിൽ പോയി കഴിക്കേണ്ടതായിട്ട് വന്നു. ക്യാൻറ്റീനിലെ ഭക്ഷണം എന്ത് ചെയ്തില്ല, പുള്ളിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വൈകുന്നേരമായപ്പോഴത്തേക്ക് ബോസ് വിളിച്ചു പറഞ്ഞു, ആ മെയിൻ പ്രോജക്റ്റ് ഹെഡ് എന്നുള്ള സ്ഥാനത്ത് നിന്ന് പുള്ളിയെ എന്ത് ചെയ്തിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു. ഭയങ്കര സങ്കടത്തോടുകൂടെ നിരാശയോടുകൂടെ വൈകുന്നേരം വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആര് കട്ടിലെ കിടപ്പുണ്ട്, ഭാര്യ കട്ടിലെ കിടപ്പുണ്ട്, മോള് വേറൊരു മുറിയിൽ വേറൊരു കട്ടിലേലും കിടപ്പുണ്ട്. രണ്ടുപേരും പിണങ്ങിയിരിക്കുകയാണ്. റെഡി? അത്താഴം കഴിക്കാതെ ഭാര്യയും മകളും കിടന്നുറങ്ങി. പുള്ളി അടുക്കളയിലൊക്കെ ചെന്ന് നോക്കിയപ്പം അവിടെ ഒന്നും പ്രിപ്പയർഡ് അല്ല. പുള്ളി ഒന്നും കഴിക്കാതെ പുള്ളിയും പോയി കിടന്നുറങ്ങി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആരാണ് ഈ ദിവസം കുളമാക്കിയത്? ആ കൊച്ചുകുട്ടി ആ കാപ്പി ഒന്ന് തട്ടിയിടുന്നതിൽ ഒരു ചെറിയ ശ്രദ്ധ കാണിച്ചായിരുന്നെങ്കിൽ അന്നത്തെ ദിവസം എന്തായേനെ? നല്ലതായല്ലേ? ആ കൊച്ചുകുട്ടിയുടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്. ആരാണ് ദിവസം കുളമാക്കിയത്? ആ കുട്ടിയുടെ ഒരു ചെറിയൊരു മിസ്ബിഹേവിയർ ആണോ? അല്ല. ആ ദിവസം കുളമാക്കിയത് എന്താണ്? ഒരു ചെറിയ സംഭവമാണ്. ഒരു ചെറിയ സംഭവത്തിന് പെട്ടെന്നുണ്ടായ ഇമ്പൾസീവായ ഒരു റിയാക്ഷനാണ് അന്നത്തെ ദിവസം മുഴുവൻ എന്ത് ചെയ്തത്, കുളമാക്കി കളഞ്ഞ. ശരിക്കും ഒരു മൈൻഡ്ഫുൾനെസ് ഉള്ള ഒരു ഹസ്ബൻഡ് ആയിരുന്നു അത് എങ്കിൽ ഒരു ചിരിയോടുകൂടെ, ആഹാ കാപ്പി വീണ പുതിയ ഷർട്ടും പാൻസും എല്ലാം ഒരു ഡിസൈൻ ഷർട്ടും പാൻസുമായി എന്ത് ചെയ്തു, മാറിയല്ലോ എന്ന് പുഞ്ചിരിയോടുകൂടെ ഉടനെ ഇപ്പോൾ കൊച്ചു പെൺകുട്ടി എന്ത് ചെയ്യുന്നു, ചിരിക്കുന്നു. ഭാര്യ വിചാരിക്കുവാണ്, ഭാഗ്യം, ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം, 1000-ൽ ഒരുവൻ. ഏറ്റവും സ്നേഹമുള്ളവരെ, കൊച്ചുകുട്ടി എണ്ണീറ്റ് വന്ന അച്ഛൻ ഒരു ഉമ്മ കൊടുത്തിട്ട് പെട്ടെന്ന് പോയി എന്ത് ചെയ്യുന്നു, യൂണിഫോമൊക്കെ ഇടുന്നു. പുള്ളി പെട്ടെന്ന് പോയി വേറെ തേച്ച ഷർട്ടും പാൻസും ഇരിപ്പുണ്ട്, വേറൊരെണ്ണം എന്ത് ചെയ്യുന്നു, എടുത്തിടുന്നു. ഭാര്യ പെട്ടെന്ന് പൊതി കൊടുത്ത് വിടുന്നു. അച്ഛനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് കുഞ്ഞു സ്കൂൾ ബസ്സിൽ തന്നെ പോകുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനൊക്കെ എടുത്ത് സൂപ്പറായിട്ട് പോയി പ്രസൻറ്റേഷൻ നടത്തി ഒരു പ്രൊമോഷൻ വാങ്ങുന്നു. ചെറിയ സംഭവമാണ്, ഒരു കുഞ്ഞു സംഭവമാണ്. ചെറിയ ഒരു സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു, റിയാക്ട് ചെയ്തു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? ചെറിയ ചെറിയ സംഭവങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം റിയാക്ട് ചെയ്തു പോവുകയാണ്. ഇപ്പോൾ 2 മൈൻഡ്ഫുൾനെസ് ഇല്ലാത്ത ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് ചെയ്തത്, അവതരിപ്പിച്ചത്. മൂന്നാമത്തെ ഒരു സംഭവം, ഭർത്താവ് 5:45 വരേണ്ട ആളാണ്. എത്ര മണിക്ക് വന്നു? വന്നപ്പം 7:45. ഭാര്യ ചോദിക്കുക, ഇതുവരെ എവിടെ പോയി കിടന്നു? ഇതാണ് ഭാര്യയുടെ ചോദ്യം. ലോക്കലായിട്ടൊരു ഗ്രാമീണ ഭാഷയിൽ അങ്ങ് ചോദിച്ചതാ, എന്താ താമസിച്ചതെന്ന്. ഒരു മര്യാദയില്ലാത്ത താമസമായിപ്പോയി എന്ന് പറഞ്ഞതാണ്. പക്ഷേ ചോദിച്ച ചോദ്യം മാറിപ്പോയി. എന്താണ് ചോദ്യം? ഇതുവരെ എവിടെ പോയി കിടന്നു എന്നാണ് എന്ത് ചെയ്തത്, ചോദിച്ചത്. ഇത്തിരി പ്രൈഡുള്ള ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ഡൈവോഴ്സിനുള്ള ഒരു സഫിഷ്യൻറ്റ് റീസൺ ആയി. എന്ത്? എൻ്റെ സ്വഭാവശുദ്ധിയെ പോലും ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, സംശയിക്കുന്നു എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. അപ്പം കുരങ്ങൻ എവിടെ ഇരിക്കുകയാണ്? ക്രോക്കഡൈലിൻ്റെ മുകളിലിരിക്കുകയാണ്. എങ്ങോട്ട് പോവുകയാണ് ക്രോക്കഡൈൽ? വേഗത്തിൽ ക്രോക്കഡൈലിൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് പോവുകയാണ്. ക്രോക്കഡൈലിൻ്റെ ഭാര്യയ്ക്ക് എന്ത് വേണം? ഫുള്ള് ഫ്രൂട്ട്സ് മാത്രം തിന്നുന്ന ഈ കുരങ്ങൻ്റെ ഹാർട്ട് രുചിക്കണം. അതാണ് പുള്ളിക്കാരിയുടെ ആവശ്യം. ഫുള്ളിങ്ങനെ ഫ്രൂട്ട്സ് മാത്രം തിന്നുന്ന ഈ കുരങ്ങൻ്റെ ഹാർട്ടിന് എന്തൊരു രുചിയായിരിക്കും. അതാണ് ക്രോക്കഡൈലിൻ്റെ ഭാര്യയുടെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ക്രോക്കഡൈൽ പറയുവാണ്, സോറി സുഹൃത്തെ, ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹം, നിൻ്റെ ഹാർട്ട് കഴിക്കണം, അതാണ് എൻ്റെ ഭാര്യയുടെ ആഗ്രഹം. കുരങ്ങൻ എന്തുണ്ടായിരുന്നു? മൈൻഡ്ഫുൾനെസ് ഉണ്ടായിരുന്നു. ഒരു പരിഭ്രമവും എന്ത് ചെയ്തില്ല,
പുറത്ത് കാണിച്ചില്ല. കുരങ്ങൻ ഏത് കോഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നു? ലൈഫ് സ്കിൽ കോഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? അതുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് ഈ ക്രോക്കഡൈലിനോട് പറയാണ്, അയ്യോ സുഹൃത്തെ, താങ്കളത് ഞാൻ മരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ പറയാഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞ് തിരിച്ചു പോയി രക്ഷപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ലളിതമായ സിറ്റുവേഷൻസ് ആണ്, പക്ഷെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഞാനൊരു ബഫല്ലോയുടെ സ്റ്റോറി വായിച്ചിട്ടുണ്ട്. സ്റ്റോറി ഇതാണ്: ബഫല്ലോ എങ്ങോട്ട് പോയി? ഈ കാട്ടിലോട്ട് പോവുകയാണ്. യജമാനൻ വിട്ടതാ, കുറേ നാൾ സർവീസൊക്കെ കഴിഞ്ഞ് ഇനി കാട്ടിൽ പോയി സുഖമായിട്ട് ജീവിച്ചോട്ടെ. അപ്പോൾ ഈ ബഫല്ലോ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല ഒരു ഗുഹ, അടുത്ത് ഇഷ്ടം പോലെ പുല്ല്, നല്ല ഒരു പുഴ, ഇഷ്ടം പോലെ വെള്ളം കുടിക്കാൻ, വയറ് നിറച്ച് ഈ പുല്ലൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുറുക്കൻ അതുവഴി വന്നു. കുറുക്കൻ ഈ ബഫല്ലോയെ എന്ത് ചെയ്തു? നോട്ടമിട്ടു. നീ എവിടെ നിന്നാ വന്നത് എന്നൊക്കെ ചോദിച്ച് കുറച്ച് പരിചയപ്പെടാനൊക്കെ എന്ത് ചെയ്തു? പരിശ്രമിച്ചു. ഈ ബഫല്ലോ അധികം മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് അവസാനം കുറച്ച് കഴിഞ്ഞ് ഈ ഗുഹയ്ക്കകത്ത് കയറി എന്ത് ചെയ്യുകയാണ്? കിടക്കുകയാണ് കേട്ടോ. ഗുഹയ്ക്കകത്ത് കയറി കിടക്കുകയാണ്. അപ്പോൾ ഉടനെ എന്താണ്, ഈ കുറുക്കൻ പോയി ആരെ വിളിച്ചു? സിംഹത്തിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. എന്താണ്? എനിക്കും കൂടെ ഷെയർ തരണം എന്ന് പറഞ്ഞ് കൊണ്ടുവരികയാണ്. അപ്പോൾ ദൂരേന്ന് ആര് വരുന്നത്? ഈ സിംഹവും കുറുക്കനും വരുന്നത് ആർക്ക് കാണാം? ബഫല്ലോയ്ക്ക് കാണാം. ബഫല്ലോ ഒരു വിചിത്രമായ ഒരു ശബ്ദത്തിൽ ഇങ്ങനെ പറയുകയാണ്, എത്ര നാളായി ഒരു സിംഹത്തെ കഴിച്ചിട്ട്. ഉടനെ വേറെ ഒരു ശബ്ദത്തിൽ ഒരു മറുപടി ആയിട്ട് പറഞ്ഞു, വിഷമിക്കാതെ ഞാൻ ഇന്ന് എവിടെ നിന്നെങ്കിലും ഒരു സിംഹത്തെ എന്ത് ചെയ്യാം? പിടിച്ചോണ്ട് തരാം എന്നുള്ള ഈ ശബ്ദം കേട്ട് ആര് ഓടി രക്ഷപ്പെട്ടു? സിംഹം ഓടി രക്ഷപ്പെട്ടു. പക്ഷെ കുറുക്കൻ വെറുതെ വിട്ടില്ല. കുറുക്കൻ പിന്നെയും സിംഹത്തിൻ്റെ അടുത്ത് പോയി അതൊരു ബഫല്ലോ ആണെന്നും അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അടുത്ത ദിവസം സിംഹത്തെ വീണ്ടും കൊണ്ടുവന്നു. സിംഹവും കുറുക്കനും കൂടെ ദൂരെ ഇങ്ങനെ വരുന്നത് കണ്ട് ബഫല്ലോ ഇങ്ങനെ ദൂരെ ഇങ്ങനെ കണ്ടിട്ട് ബഫല്ലോ വീണ്ടും പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടെ ആലോചിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും പറയുവാണ്, എനിക്ക് സിംഹത്തെ കഴിക്കണം, എനിക്ക് സിംഹത്തെ കഴിച്ചേ പറ്റൂ. ഉടനെ വീണ്ടും ഒരു ശബ്ദത്തിൽ ഇപ്പുറത്തിരുന്ന് പറയുവാണ്, ആ കുറുക്കനുണ്ടല്ലോ, നമുക്കിന്നൊരു സിംഹത്തെ കൊണ്ടുവരാമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉറപ്പായിട്ട് നിനക്ക് ആരെ തരാം? സിംഹത്തെ തരാം. ഒരു ചെറിയ ലളിതമായ ഒരു കൊച്ചുകുട്ടി ബാലരമയിലേക്ക് ഒരു സ്റ്റോറിയായത് കേട്ടോ. ചെറിയൊരു സ്റ്റോറിയാണ്. പക്ഷേ അപ്പോൾ ഉടനെ എന്ത് ചെയ്യുകയാണ്? സിംഹം കുറുക്കൻ്റെ തലയിൽ ഒരു അടി കൊടുത്തിട്ട് സിംഹം ഓടി രക്ഷപ്പെടുകയാണ്. കുറുക്കൻ അവിടെ വീണ്ടും മരിച്ചുപോയി. ചെറിയ സിറ്റുവേഷൻസ് ആണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുഞ്ഞു സിറ്റുവേഷൻസ് ആണ്. നമ്മളൊരു പ്രസൻസ് ഓഫ് മൈൻഡ് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഇൻ ദ പ്രസന്റ്. നിങ്ങൾക്കറിയാമോ, പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുമ്പം, ഇറിറ്റേഷൻ വരുമ്പം എന്തൊക്കെ ബയോളജിക്കൽ ചേഞ്ചസ് ആണ് നമുക്കുണ്ടാകുന്നത്? ഒന്ന്, വായിലെ തുപ്പൽ എന്ത് ചെയ്തു പോകും? പറ്റിപ്പോകും. ഒന്ന്. രണ്ട്, ദേഹം എന്ത് ചെയ്യും? ചൂട് പിടിക്കും, ശരീരം ചൂട് പിടിക്കും. മൂന്ന്, നമുക്ക് സംസാരിക്കാൻ എന്ത് ചെയ്യില്ല? പറ്റില്ല, വാക്കുകൾ കിട്ടത്തില്ല. ഇപ്പം ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ ബോഡി ലാംഗ്വേജ് മുഴുവൻ എന്ത് ചെയ്യുകയാണ്? മാറുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ സിസ്റ്റം അങ്ങനെ ഇറിറ്റേറ്റഡ് ആകാനുള്ള ഒരു സാധനമല്ല എന്നുള്ളത് നമ്മുടെ ശരീരം തന്നെ നമുക്ക് എന്ത് ചെയ്ത് തരികയാണ്? പഠിപ്പിച്ചു തരികയാണ്. ഒരിക്കൽ ഏബ്രഹാം ലിങ്കൺ അമേരിക്കയിൽ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്, അപ്പോൾ പാർലമെന്റിൽ ഒരാൾ 2 ചെരുപ്പുമായി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഈ ചെരുപ്പ് കണ്ടോ നിങ്ങളെല്ലാവരും? ഈ ചെരുപ്പ് കണ്ടോ? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ ചെരുപ്പ് നമ്മുടെ പ്രസിഡന്റ് ഏബ്രഹാം ലിങ്കന്റെ അപ്പനുണ്ടാക്കിയ ചെരുപ്പാണ്. എന്തൊരു ട്രാജഡിയാണ് അമേരിക്ക ഭരിക്കുന്നത്. ഒരു ചെരുപ്പ് കുത്തിയുടെ മകനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മെമ്പർ ഇരുന്നു. പാർലമെന്റ് മുഴുവൻ നിശബ്ദമായി. എല്ലാവരും വലിയ സങ്കടത്തിലായിരിക്കുന്ന സമയത്ത് മെല്ലെ പുഞ്ചിരിയോടുകൂടെ ഏബ്രഹാം ലിങ്കൺ എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹം മൈക്കെടുത്തു. എന്നിട്ട് ചോദിച്ചു, എങ്ങനുണ്ട് ചെരുപ്പ്? പുള്ളി പറഞ്ഞു, ചെരുപ്പ് സൂപ്പർ. ഏബ്രഹാം ലിങ്കൺ പറഞ്ഞു, ഞാനും ചെരുപ്പിൽ എന്ത് ചെയ്തു? സൂക്ഷിച്ചു നോക്കി. അത് നല്ല ഭംഗിയായി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്. നല്ല പവർഫുള്ളായി ഇരിക്കുന്നു ചെരുപ്പ്. ഞാനും ചെരുപ്പ് സൂക്ഷിച്ചു നോക്കുകയായിരുന്നു എന്ന് ഏബ്രഹാം ലിങ്കൺ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏബ്രഹാം ലിങ്കൺ പറഞ്ഞു,
എൻ്റെ അച്ഛൻ അങ്ങനെയാണ്. ഒരു ചെരുപ്പ് തുന്നുമ്പോഴും ഒരു ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന ശ്രദ്ധയോടുകൂടെയാണത് ചെയ്യുന്നത്. ഒരു ചെരുപ്പ് തുന്നുകയാണെന്നുണ്ടെങ്കിലും വലിയ ശ്രദ്ധയോടും വലിയ ജാഗ്രതയോടും മാത്രമേ എൻ്റെ അച്ഛൻ എന്ത് ചെയ്യാറുള്ളൂ, അത് ചെയ്യാറുള്ളൂ എന്ന് ഏബ്രഹാം ലിങ്കൺ പറഞ്ഞു. അമേരിക്ക ഭരിക്കാനാണെങ്കിലും ചെരുപ്പ് തുന്നാനാണെങ്കിലും ഞങ്ങൾ നന്നായേ ചെയ്യൂ എന്ന് ഏബ്രഹാം ലിങ്കൺ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സീറ്റിലോട്ട് വന്നിരിക്കുമ്പം അമേരിക്കയിലെ പാർലമെൻറ്റിലെ മുഴുവൻ ആളുകൾ എഴുന്നേറ്റ് നിന്ന് ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുത്തു. എഴുന്നേറ്റ് നിന്ന മുഴുവൻ ആളുകളും കൈയടിച്ചു. പ്രസൻസ് ഓഫ് മൈൻഡാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മെ തന്നെ ഒരു പീസ്ഫുള്ളായിട്ട് നിലനിർത്താനുള്ള കഴിവാണ് മൈൻഡ്ഫുൾനെസ്. ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം വരുമ്പം, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പം ഇമ്പൾസീവായിട്ട് പെരുമാറുന്നതിന് പകരം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പവേഴ്സ് പുറത്തെടുക്കുന്നതാണ്. ടഫായിട്ടുള്ള സാഹചര്യങ്ങളിൽ പുഞ്ചിരിയോടുകൂടെ നിൽക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ്. വേൾഡ് പീസ് ബിഗിൻസ് വിത്ത് ഇന്നർ പീസ് എന്ന് ദലൈലാമ, പീസ് ബിഗിൻസ് വിത്ത് എ സ്മൈൽ എന്ന് മദർ തെരേസ. തോമസ് ആൽവ എഡിസൺ, നമുക്കറിയാമല്ലോ, തോമസ് ആൽവ എഡിസൺ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് സ്കൂളിൽ നിന്നൊരു കത്ത് കൊടുത്തു വീട്ടിലേക്ക്. ഒരു അമ്മയ്ക്ക് കൊടുക്കാനായിട്ടൊരു കത്ത്. ക്ലാസ്സിൽ വലിയ മിടുക്കനായ കുട്ടിയൊന്നും അല്ല എഡിസൺ. അതുകൊണ്ട് ഒത്തിരി ഭയത്തോടു കൂടെയാണ് അവൻ കത്ത് വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അമ്മയുടെ കയ്യിലോട്ട് ഈ കത്ത് കൊടുത്തു. അമ്മ ഈ കത്തിൻ്റെ ആദ്യ ഭാഗം വായിച്ചു. എന്നിട്ട് തോമസ് ആൽവ എഡിസനെ കെട്ടിപ്പിടിച്ച് 2-3 ഉമ്മ കൊടുത്തു. രണ്ടാമത്തെ വരെയും വായിച്ചു. വീണ്ടും തോമസ് ആൽവ എഡിസനെ കെട്ടിപ്പിടിച്ച് വീണ്ടും ഉമ്മ കൊടുത്തു. വീണ്ടും അമ്മ ആ കത്ത് വായിച്ച് തീർത്തു. കൊച്ചുകുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അപ്പോൾ അത്ഭുതത്തോടുകൂടെ ഈ കൊച്ചു തോമസ് അമ്മയോട് ചോദിച്ചു, എന്താ അമ്മ കത്തിൽ എഴുതിയിരിക്കുന്നത്? അപ്പം അമ്മ പറഞ്ഞു, മോനെ, നീ ഒരു മിടുക്കനാണെന്നാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. പിന്നെ എന്തുണ്ട് അമ്മ? നീ വേഗതയിൽ കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടിയാണ്, നിനക്ക് ഒത്തിരി കഴിവുകളുണ്ട് എന്ന് ടീച്ചർ എഴുതിയിരിക്കുന്നു. ഇനി എന്താ അമ്മ? നീ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് എല്ലാ ദിവസവും സ്കൂളിൽ വന്നില്ലേലും കുഴപ്പമില്ല, എവിടെ ഇരുന്ന് പഠിച്ചാലും മതി, വീട്ടിലിരുന്ന് പഠിച്ചാലും മതി എന്ന് ടീച്ചർ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഈ അമ്മ ഈ കൊച്ചുകുട്ടിയെ വീട്ടിലിരുത്തി പഠിപ്പിച്ചു. അവന് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു ടൂൾ ബോക്സ് വാങ്ങിച്ചു കൊടുത്തു. ആ കൊച്ചു ടൂൾ ബോക്സ് വെച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് തോമസ് ആൽവ എഡിസൺ അവസാനം ബൾബിൻ്റെ ഫിലമെൻ്റ് കണ്ടുപിടിച്ചു. ഏകദേശം 10,000 എക്സ്പെരിമെൻറ്റ്സ് നടത്തിയാണ് കറക്റ്റ് ഫിലമെൻറ്റിൽ എത്തിയത്. ആ ഫിലമെൻ്റ് 48 മണിക്കൂർ കത്തി നിന്നു അവസാനത്തെ വിജയകരമായി ഉണ്ടാക്കിയ ഫിലമെൻ്റ്. അത് കഴിഞ്ഞ് തോമസ് ആൽവ എഡിസൺ പോയി ഉറങ്ങി. 3-4 ദിവസം ഉറങ്ങിയെന്നാണ് സംഭവ കഥകൾ വിവരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു പത്രസമ്മേളനത്തിന് വരികയാണ്. പുതിയ ഒരു ഫിലമെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് അത് കത്തിച്ച് കാണിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ എഡിസന്റെ കൂടെ ഒരു അസിസ്റ്റൻറ്റും കൂടെ ഉണ്ട്. ഇങ്ങോട്ട് നടന്ന് വരുന്ന വഴിക്ക് ഈ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് ബൾബ് തറയെ വീണ് ബൾബ് പൊട്ടിപ്പോയി പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പം തോമസ് ആൽവ എഡിസൺ മൈക്കെടുത്തു. എല്ലാവരും വളരെ എംബാരസ്ഡ് ആയിപ്പോയി. എല്ലാവരും ദേഷ്യത്തോടു കൂടെ ഈ അസിസ്റ്റന്റിനെ നോക്കുന്നു. തോമസ് ആൽവ എഡിസൺ പറഞ്ഞു, സോറി, ബൾബ് പൊട്ടിപ്പോയി, അതുകൊണ്ട് ഇന്ന് എക്സിബിഷൻ നടത്താൻ പറ്റില്ല, ഞങ്ങൾക്ക് ഒരു 2 days വേണം. 2 days കഴിഞ്ഞ് ഇതേ സമയത്ത് ഇതേ സ്ഥലത്ത് നമുക്ക് പുതിയ ബൾബ് എന്ത് ചെയ്യാം, എക്സിബിറ്റ് ചെയ്യാം എന്ന് തോമസ് ആൽവ എഡിസൺ പറയുകയാണ്. എന്നിട്ട് അവരിറങ്ങിപ്പോയി. വലിയ ജാള്യതയോടുകൂടെ വിഷമത്തോടു കൂടെയാണ് അസിസ്റ്റന്റ് നിൽക്കുന്നത്. തോമസ് ആൽവ എഡിസൺ അദ്ദേഹത്തിൻ്റെ തോളത്ത് തട്ടിയിട്ട് കൂടെ കൊണ്ടുപോയി. അവർ 2 ദിവസം കൊണ്ട് പുതിയ ഒരു ഫിലമെന്റ് ഉണ്ടാക്കി വീണ്ടും ഈ ഓഡിറ്റോറിയത്തിലേക്ക് വരുമ്പോൾ തോമസ് ആൽവ എഡിസൺ ഈ ബൾബ് എടുത്ത് ഈ അസിസ്റ്റന്റിന്റെ കയ്യിൽ തന്നെ എന്ത് ചെയ്തു, കൊടുത്തു. അദ്ദേഹം ഭയത്തോടുകൂടെ മാറി നിൽക്കാൻ പരിശ്രമിച്ചു. പക്ഷേ എഡിസൺ അടുത്ത് വിളിച്ച് ഈ ബൾബ് അയാളുടെ തന്നെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അവർ 2 പേരും കൂടെ നടന്ന് സ്റ്റേജിലോട്ട് വരികയാണ്. ഈ ബൾബ് കത്തിച്ച് കാണിച്ചു. പത്രപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും തോമസ് ആൽവ എഡിസൺ ഉത്തരം പറഞ്ഞു. അവസാനം ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്നാലും താങ്കളുടെ ഒരു പെരുമാറ്റം ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആ ബൾബ് പൊട്ടിച്ച
അതേ കഥാപാത്രത്തിൻ്റെ കയ്യിൽ താങ്കൾ വീണ്ടും പുതിയ ബൾബ് കൊടുത്തല്ലോ, അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ തോമസ് ആൽവ എഡിസൺ ഒരു പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു, ഈ അനേക വർഷം എൻ്റെ കൂടെ റിസർച്ച് ചെയ്യുന്ന എൻ്റെ സ്നേഹിതനാണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കഥാപാത്രം, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഒരു കയ്യബദ്ധം പറ്റി, ഒരു ബൾബ് പൊട്ടിപ്പോയി. ഈ ഒരു ബൾബ് ഉണ്ടാക്കാൻ എനിക്ക് 2 ദിവസം മതി. 48 മണിക്കൂറുണ്ടെങ്കിൽ ഞാൻ പുതിയ ബൾബ് ഉണ്ടാക്കി തരാം. പക്ഷേ 48 വർഷമെടുത്താലും എനിക്ക് എൻ്റെ സുഹൃത്തിൻ്റെ ആത്മവിശ്വാസം എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ എൻ്റെ കൂടെ സ്റ്റേജിലേക്ക് കയറ്റി കൊണ്ടുവന്നത്. അദ്ദേഹം തന്നെ ഇന്നും എന്നെ അസിസ്റ്റ് ചെയ്തത് എന്ന് പറയുമ്പം പത്രപ്രവർത്തകരും ഓഡിയൻസും എല്ലാം നല്ല ഒരു കയ്യടി കൊടുക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ചെയ്തത്. അപ്പോൾ എനിക്ക് എൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രോ എ ലൈൻ ആണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഉത്തരം എഴുതിക്കോ. SMTW dash 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 fill in the blanks. SMTW dash dash dash. പറയരുത്, ഉത്തരം എഴുതിയാൽ മതി, ഉത്തരം വിളിച്ച് പറയരുത്. ഓക്കെ, ഫൈൻ. ലളിതമായ ചോദ്യമാണ്, വളരെ സിമ്പിളായ ചോദ്യമാണ്. ഫ്രണ്ട്സ്, എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാമോ? എന്തെങ്കിലും ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ സാധാരണ നിലയിൽ നമ്മുടെ മനസ്സിനകത്തേക്കുണ്ടാകുന്ന ഒരു ഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ ടഫായിട്ടുള്ള എന്തോ ചോദ്യം, എനിക്കിതൊന്നും ചെയ്തെന്തില്ല, ശീലമില്ല, എനിക്കിങ്ങനെയുള്ള ഉത്തരങ്ങളൊന്നും കിട്ടാറില്ല എന്ന് ഒരു സെൽഫ് ടോക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. പ്രത്യേകിച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗതയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം വരും, എന്നെ വിളിക്കല്ലേ, എന്നോട് ചോദിക്കല്ലേ. ടീച്ചർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിക്കുകയല്ല, എല്ലാവരും ചിന്തിക്കുന്നത് എന്നോട് ചോദിക്കരുത് എന്ന ഒരു ചിന്തയാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ SMTW dash 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 മൊത്തം നമുക്ക് കിട്ടി. SMTW dash dash dash. അപ്പോൾ അക്ഷരങ്ങളുടെ ഓർഡർ വെച്ച് എന്ത് ചെയ്യുന്നില്ല, നമുക്കൊന്നും കിട്ടുന്നില്ല. പക്ഷേ രണ്ടാമത്തെ ക്ലൂ പരിശോധിച്ച് നോക്കിയാൽ 1 2 3 4 5 6 7 മൊത്തം കൂടെ 7 എണ്ണമാണുള്ളത്. ഒറ്റയടിക്ക് നമുക്ക് സൊല്യൂഷൻ കിട്ടി. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പോൾ എനിക്ക് പ്രിയ കൂട്ടുകാരെ നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ മുന്നിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്ട്രെസ്ഡ് ആകുന്നതിന് പകരം മാറി നിന്ന് അതിനെ നിരീക്ഷിക്കുമ്പോഴാണ് നമുക്ക് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലോട്ട് നീങ്ങാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, പെട്ടെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ക്യാൻ യു ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് 3 ലൈൻസ്? മിണ്ടരുത്, പേനയുണ്ട്, പേപ്പറുണ്ട്. ക്യാൻ യു ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് 3 ലൈൻസ്? റെക്റ്റാങ്കിൾ ചതുരം. സമയം കഴിഞ്ഞു, പേന താത്തു വയ്ക്കാം. സമയം കഴിഞ്ഞു, പേന താത്തു വെച്ചോളൂ. ഓക്കെ, 2 ശരി ഉത്തരമുണ്ട് കേട്ടോ, 2 ശരി ഉത്തരം. ഇനി ആരും പേന എടുക്കരുത്. നോ എന്നതാണ് ഒന്നാമത്തെ ശരി ഉത്തരം. ആരെങ്കിലും നോ എഴുതിയോ? 5-6 പേര് നോ എഴുതി. വെരി ഗുഡ്, കൊള്ളാം. യെസ്സും ശരി ഉത്തരമാണ്. യെസ് ആരെങ്കിലും എഴുതിയോ? ആരും എഴുതിയില്ല. ക്യാൻ യു ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് 3 ലൈൻസ്? ഈ മൈൻഡ്ഫുൾനെസ് ഉള്ള കഥാപാത്രങ്ങൾ പ്രിയപ്പെട്ടവരെ ആ ചോദ്യം എന്ത് ചെയ്യുകയാണ്, 1 2 3 തവണ ക്യാൻ യു ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് 3 ലൈൻസ് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരികയാണ്, ഉത്തരം വരികയാണ്. ഇപ്പം ആ ചോദ്യത്തെ അനലൈസ് ചെയ്യാത്ത കഥാപാത്രങ്ങൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വരച്ച് റെക്റ്റാങ്കിൾ വരയ്ക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. പെട്ടെന്നൊരു വെല്ലുവിളി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴേ പെട്ടെന്ന് നമ്മളെ തന്നെ ഒന്ന് കാം ഡൗൺ ചെയ്ത് പ്രശ്നത്തെ ഒന്ന് മാറ്റി നിർത്തി ഒന്ന് നോക്കാൻ പരിശ്രമിച്ചാൽ നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റും, സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. മറ്റൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഡെഡ് മാൻ ഈറ്റ്സ് മീ. ഒന്നാമത്തെ ക്ലൂ, ഡെഡ് മാൻ ഈറ്റ്സ് മീ. ഇഫ് ഡെഡ്, മരിച്ചവർ, ഡെഡ് മാൻ ഈറ്റ്സ് മീ.
If a man who is alive eats me only, he will die. I am greater than God. That is the third clue. Fourth clue, I am a 7-letter English word. പെട്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഉത്തരം നമ്മുടെ ഉള്ളിലാണ് അന്വേഷിക്കുന്നത്. അടുത്തിരിക്കുന്നവരുടെ ബുക്കിലോട്ട് നോക്കരുത് പ്ലീസ്. Dead man eats me. If a man who is alive eats me only, he will die. I am greater than God. Who am I? I am a 7-letter English word. ആർക്കെങ്കിലും കിട്ടിയോ? സിമ്പിളാണ്, സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ പസിൽഡ് ആകാതെ മാറി നിന്ന് ആലോചിക്കുക. ശ്രദ്ധിക്കണേ. ഡെഡ് മാൻ ഈറ്റ്സ് മീ. ഡെഡ് മാൻ ഈറ്റ്സ് വാട്ട്? ഉത്തരം ആരും വിളിച്ച് പറയരുത്. ഉത്തരം ആരും വിളിച്ച് പറയരുത്. മനസ്സിലിരിക്കട്ടെ ഉത്തരം. ഡെഡ് മാൻ ഈറ്റ്സ് വാട്ട്? ഐ ആം ഗ്രേറ്റർ ദാൻ ഗോഡ്. വാട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഗോഡ്? ഉത്തരം കിട്ടിയവരെ കൈ ഉയർത്ത്. ഡെഡ് മാൻ ഈറ്റ്സ് വാട്ട്? വാട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഗോഡ്? രണ്ടുപേർക്ക് ഉത്തരം കിട്ടി. ഉത്തരം കിട്ടിയവരൊന്നും കൂടെ കൈ ഉയർത്ത്. ചെറിയൊരു മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് എക്സസൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പരിശ്രമിക്കുന്നത്. വാട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഗോഡ്? വാട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഗോഡ്? ഉറക്ക ഉത്തരം വിളിച്ചു പറ. വാട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഗോഡ്? നത്തിങ്. Nothing is greater than God. Dead man eats what? Nothing. If a man alive eats nothing, he will die. And I am a 7-letter English word. ലളിതമായ കാര്യമാണ്, ലളിതമായ കാര്യമാണ്. പക്ഷെ നമ്മുടെ മൈൻഡ് നമ്മൾ പലപ്പോഴും അപ്ലൈ ചെയ്യുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ, ലോകത്തിലെ ഏറ്റവും വലിയ, ചരിത്രത്തിൽ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഇൻ്റലക്ച്വൽ ജീനിയസ് ആയിട്ട് അറിയപ്പെടുന്ന കഥാപാത്രമാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുകയാണ്, ഐ ആം നോട്ട് അറ്റ് ഓൾ ഗ്രേറ്റ്. എനിക്ക് ഗ്രേറ്റ്നെസ് ഒന്നുമില്ല. ബട്ട് ഐ ക്ലിങ് ടു പ്രോബ്ലംസ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സീക്രട്ട് ഓഫ് സക്സസ് അദ്ദേഹം എന്താ പറയുന്നത്? ഐ ക്ലിങ് ടു പ്രോബ്ലംസ്. ഞാൻ പ്രശ്നങ്ങളോട് എന്ത് ചെയ്യും? അള്ളിപ്പിടിച്ച് നിൽക്കും. എപ്പോൾ വരെ? ഉത്തരം കിട്ടുന്നത് വരെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലളിതമായ രണ്ട് ചോദ്യങ്ങളും കൂടെ പെട്ടെന്ന് നിങ്ങളോട് ചോദിക്കാം. ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് 3 ലൈൻസ് ഫാസ്റ്റ്. വരച്ച് കാണിക്കണം. ഇറ്റ്സ് വെരി ഈസി. ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് 3 ലൈൻസ്. ഇറ്റ്സ് വെരി ഈസി. ചുമ്മാ വരച്ചോ, ചുമ്മാ വരച്ചു നോക്ക്. പല രീതിയിൽ വരയ്ക്കാം, പല രീതിയിൽ വരയ്ക്കാം. ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് 3 ലൈൻസ്. പെട്ടെന്ന് ധാരാളം രീതികളിൽ വരയ്ക്കാം. നിങ്ങൾ ഒരു രീതിയിൽ വരച്ചാൽ മതി, വളരെ എളുപ്പമായിട്ടുള്ള ഒരു രീതിയിൽ. ആർക്കും കിട്ടിയില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാനൊരു ക്ലൂ തരാം. ക്ലൂ ശ്രദ്ധിക്കണേ. ക്യാൻ യു ഡ്രോ എ ബാഗ് വിത്ത് 10 ആപ്പിൾസ്? Can you draw a bag with 10 apples? Isn't it easy? Very much easy. Now, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. Draw a rectangle with 3 lines. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ, കാണിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. തന്നെ ട്രൈ ചെയ്യട്ടെ. ഓക്കെ, പേന താത്ത് വെച്ചോ. കീപ് ദ പെൻ ഡൗൺ. കീപ് ദ പെൻ ഡൗൺ പ്ലീസ്. എ റെക്റ്റാങ്കിൾ വിത്ത് 3 ലൈൻസ്. ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് അകത്ത് 3 വരയിട്ടാൽ മതി. എ ബാഗ് വിത്ത് 10 ആപ്പിൾസ് പോലെ. എ റെക്റ്റാങ്കിൾ വിത്ത് 3 ലൈൻസ്. വളരെ വളരെ സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻസ് ആണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ടഫായിട്ടുള്ള സൊല്യൂഷൻസ് അല്ല. 14 + 3. What is the answer? 14 + 3. I don't need 17 as an answer. Can you write another answer? ഉത്തരം വിളിച്ച് പറയരുത്, എഴുതിയാൽ മതി. ആരും ഒരു ഉത്തരം വിളിച്ച് പറയുക, അടുത്തിരിക്കുന്നവരെ കാണിക്കുകയോ ഉത്തരം പറയുകയോ ചെയ്യരുത്. കാരണം എല്ലാവരും ട്രൈ ചെയ്യട്ടെ. ലെറ്റ് പീപ്പിൾ ട്രൈ. എല്ലാവരും ട്രൈ ചെയ്യട്ടെ. നമ്മളൊരു ഉത്തരം വിളിച്ച് പറയുകയോ കാണിച്ചു കൊടുക്കുകയോ ചെയ്യുമ്പം ആ ചിന്തിക്കാനുള്ള പ്രിവിലേജ് നമ്മുടെ ഫ്രണ്ടിന് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. റെഡി? ലെറ്റ് ദം ഡു ഇറ്റ്. 14 + 3 17 വേണ്ട. ഐ നീഡ് അനദർ ആൻസർ. 1000 ഉത്തരം എഴുതാൻ പറ്റും. ചിലർക്ക് ഒട്ടും കൺട്രോൾ കിട്ടുന്നില്ല. അടുത്തിരിക്കുന്നവരെയൊക്കെ കാണിക്കുകയും വിളിച്ച് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു.
ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, പ്രത്യേകിച്ച് നമ്മൾ ടീച്ചേഴ്സ്. കാരണം തന്നെത്താനെ ചിന്തിക്കാനും ആലോചിക്കാനും ഉത്തരം കണ്ടുപിടിക്കാനുമുള്ള പ്രിവിലേജ് നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിഷേധിക്കരുത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. തന്നെത്താൻ ആലോചിക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, സമയം കഴിഞ്ഞത് കൊണ്ട് ഞാൻ പറയാം. 14 + 3 = 3 + 14 എന്ന് പറയാം. 20 - 3 എന്ന് എഴുതാം. 15 + 2 എന്ന് എഴുതാം. എങ്ങനെ വേണേലും നമുക്ക് ഉത്തരം എഴുതാം. ഇഷ്ടംപോലെ ഉത്തരങ്ങളുണ്ട്. വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം. അപ്പം ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായ കാര്യം, നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ചിന്തിക്കണം. ഈ ജനലിനകത്തൊക്കെ വന്നിരിക്കുന്ന കുഞ്ഞ് ഈച്ചകളുണ്ടല്ലോ, എന്താ ശ്രദ്ധിക്കണം. ഈ ജനലിനകത്ത് ഇങ്ങനെ വന്ന് മുട്ടി ഇങ്ങനെ ഇരിക്കും. അത് എത്ര ദിവസം? 1, 2, 3 ദിവസം ഇരുന്നിട്ട് അവസാനം എന്ത് ചെയ്യും? ചത്ത് താഴോട്ട് വീഴും. പക്ഷേ ഇച്ചിരി ഇങ്ങോട്ടൊന്ന് വന്നിറങ്ങിയാൽ അപ്പുറത്ത് വേറൊരു ജനൽ തുറന്ന് കിടപ്പുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ആ ജനലിനകത്തൂടെ പോകാൻ ശ്രമിക്കത്തില്ലേ? എപ്പോഴും എന്താണ് ശ്രമിക്കുന്നത്? ആ ഗ്ലാസ്സിനകത്തൂടെ പോകാൻ മാത്രമേ അത് ട്രൈ ചെയ്യത്തുള്ളൂ. ഒരിക്കലും എന്ത് ചെയ്യില്ല, പുതിയൊരു മാർഗം ട്രൈ ചെയ്യത്തില്ല. ഇപ്പം ഈ മീനെ പിടിക്കുന്ന ഒരു ചെറിയൊരു സംഭവമുണ്ട്. ഈ പ്ലാസ്റ്റിക് കുപ്പി ഇങ്ങനെ മുറിച്ച് അല്പം കട്ട് ചെയ്തിട്ട് തിരിച്ചെന്ത് ചെയ്യുക, അടച്ച് വെച്ചതിന് ശേഷം അല്പം തീറ്റയിട്ട് വെള്ളത്തിലിട്ട് കൊടുത്താൽ മീനുകളെല്ലാം എന്ത് ചെയ്യും? അകത്തോട്ട് കയറും. പക്ഷേ എന്ത് ചെയ്യത്തില്ല, തിരിച്ച് പുറത്തോട്ട് ഇറങ്ങത്തില്ല. കാരണം അതിൻ്റെ ആ പകുതി ഭാഗം മുറിച്ച് അടപ്പ് അകത്തോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ആ സൈഡിലൂടെ പോയി നോക്കത്തേ ഉള്ളൂ. നടുക്കുള്ള ഓട്ടയ്ക്കകത്തൂടെ പുറത്തോട്ട് ഇറങ്ങാൻ എന്ത് ചെയ്യില്ല, ട്രൈ ചെയ്യില്ല. അപ്പം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ടാലൻസ് കണ്ടെത്തി നമ്മുടെ ഉള്ളിലുള്ള റിസോഴ്സസിനെ അനലൈസ് ചെയ്ത് നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമുക്ക് ജാഗ്രതയോടുകൂടെ പരിശ്രമിക്കാം. മൈൻഡ്ഫുൾനെസ്സിൻ്റെ കുറച്ച് തിയറിറ്റിക്കലായിട്ടുള്ള പോയിന്റ്സ് പെട്ടെന്ന് ഞാൻ മെൻഷൻ ചെയ്ത് പോവാം, അധികം വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തത് പേ അറ്റൻഷനാണ്. എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും പേ അറ്റൻഷൻ, ശ്രദ്ധ കൊടുക്കുക. ഈ ക്ലാസിൻ്റെ തുടക്ക സമയത്ത് നോബഡി വാസ് അറ്റൻഡിങ്, ആരും ശ്രദ്ധിക്കുന്നില്ല. എവരിവൺ വാസ് ഡിസ്ട്രാക്റ്റഡ്. റെഡി? സീയിങ് ആൻഡ് ലുക്കിംഗ് പോലെയാണ്. സീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാഷ്വലായിട്ട് കാണുകയാണ്. ലുക്കിങ്ങോ ഫോക്കസ്ഡ് ആവുകയാണ്. ഇപ്പം എൻ്റെ ഒരു ക്ലാസ്, ഞാനൊരു ഇൻ്റർനാഷണൽ റിസോഴ്സ് പേഴ്സൺ ഒന്നും അല്ല, എങ്കിലും എൻ്റെ ഈ 1.5 മണിക്കൂർ 90 മിനിറ്റിൻ്റെ ക്ലാസ്സിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇന്ന് ഉച്ചയ്ക്ക് വേണമെങ്കിൽ 2 മുതൽ 3:30 വരെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു ടോക്ക് വേറൊരു സ്ഥലത്ത് എന്ത് ചെയ്യാം, കൊടുക്കാം. ഇഫ് യു ആർ 100% ഫോക്കസിങ്, ക്ലാസ്സിനകത്ത് ഫോക്കസ് ചെയ്ത് മൊത്തം സ്റ്റോറീസും മൊത്തം പസിൽസും മൊത്തം ടിപ്സും എല്ലാം കൃത്യമായിട്ട് അതുപോലെ എഴുതിയെടുത്ത് ഞാൻ പറയുന്ന നല്ല സെൻറ്റൻസസും കവിതയുടെ ശകലങ്ങളും എല്ലാം കുറിച്ചെടുത്ത് ഈ സെയിം ക്ലാസ് നമുക്ക് വേറൊരിടത്ത് എന്ത് ചെയ്യാം, ഈ റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് റിസോഴ്സ് പേഴ്സൺ ആകാൻ പറ്റും. ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ. പക്ഷേ എന്തു വേണം? ബി അറ്റൻറ്റീവ്. നമ്മുടെ ഏറ്റവും വലിയ ട്രാജഡി എന്താണെന്നറിയാമോ? നമ്മുടെ ഈ പ്രസൻറ്റ് ജനറേഷൻ്റെ ട്രാജഡി, അവസാനം ഒരു ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേ എന്ത് ചെയ്യൂ, പഠിക്കൂ. അതുവരെ ഇങ്ങനെ ലതാർജിക്കായിട്ടൊക്കെ നടന്നിട്ട്, ഞാൻ എൻ്റെ കാര്യം കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. റെഡി? നിങ്ങളുടെ കാര്യം മാത്രമല്ല, എൻ്റെയും കൂടെ, നമ്മുടെ എല്ലാവരുടെയും കാര്യം. അവസാനത്തെ 1 മാസത്തെ ഒരു പഠിത്തം പഠിച്ചിട്ടാണ് മിക്കവാറും നമ്മളെല്ലാം ഇത്രയും നല്ല മാർക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, സ്കോർ ചെയ്തിരിക്കും. പക്ഷെ നമ്മൾ ജൂൺ മുതൽ പഠിച്ചായിരുന്നെങ്കിലോ, ജൂൺ മുതൽ നമ്മുടെ വായനയും പഠിത്തം തുടങ്ങിയിരുന്നെങ്കിലോ നമ്മൾ വലിയ നിലകളിൽ എന്ത് ചെയ്തേനെ, എത്തിയേനെ. നമുക്ക് എത്താനുള്ള സാധ്യതയും നമ്മൾ എത്തുന്ന സ്ഥലവും തമ്മിൽ എന്തുണ്ട്, വലിയ ഗ്യാപ്പുണ്ട്. ഒരു അധ്യാപകനായി മാറുമ്പം ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു അധ്യാപകനാകാം, ഒരു ആവറേജ് അധ്യാപകനും ആകാം. ഓരോ ക്ലാസ്സും എന്താക്കി മാറ്റാം, ഇൻസ്പയറിംഗ് ആക്കി മാറ്റാം, ആവറേജ് ആക്കി മാറ്റാം. ഹൊറസ് മാൻ പറഞ്ഞ വാക്കുകൾ മറക്കരുത്. റെഡി? ഹൊറസ് മാൻ എന്താണ്? എ ടീച്ചർ ഹു ഈസ് ടീച്ചിങ് വിത്തൗട്ട് ഇൻസ്പയറിംഗ് ദ pupils to learn is hammering on
cold iron. A teacher who is teaching without inspiring the pupils to learn is hammering on cold iron. Ready? ഒരു പ്രചോദിപ്പിക്കാത്ത അധ്യാപകൻ പഴുപ്പിക്കാത്ത ഇരുമ്പിനെ അടിച്ച് പരത്താൻ ശ്രമിക്കുന്നവന് തുല്യനാണ്. ഇന്നലെ രാത്രിയിൽ 11 മണിക്ക് മനോഹരമായ ഒരു ശുഭചിന്തയുണ്ടായിരുന്നു. ശ്രീദേവി ടീച്ചർ പറഞ്ഞതാണ്. ആർക്കെങ്കിലും ശ്രീദേവി ടീച്ചറിനെ അറിയാമോ? ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പലായിരുന്നു. വലിയ എഴുത്തുകാരിയാണ്. നിരന്തരം ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രഭാഷണം നടത്തുന്ന കഥാപാത്രമാണ് ശ്രീദേവി ടീച്ചർ. മാർ തെയോഫിലോസ് ട്രെയിനിങ് കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ 2-3 വർഷം ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറാണ്. മനോഹരമായ ഒരു പ്രഭാഷണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെ രാത്രിയിൽ 11 മണിക്ക് ആ പ്രഭാഷണം ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തു. ഇന്നലെ രാത്രിയിലെ ആ പ്രഭാഷണം റെക്കോർഡ് ചെയ്തെടുത്ത് വീണ്ടും കേൾക്കാനാണ് കേട്ടോ. വീണ്ടും കേൾക്കാൻ. ഇന്ന് രാവിലെ ഒരു ഉജ്ജ്വലമായ ഒരു ശുഭചിന്ത ഉണ്ടായിരുന്നു. രാവിലെ 5:55 രാവിലെ ശുഭചിന്ത കേട്ടു. അത് പക്ഷേ ഇന്ന് രാവിലെ 5:55 ശുഭചിന്ത ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ശുഭചിന്തയായിരുന്നു. മലയാളം സാഹിത്യകാരന്മാരുടെ ഉദ്ധരണികൾ മാത്രം കോർത്തിണക്കിയ ഒരു ശുഭചിന്ത. നല്ല ഒരു മനോഹരമായ ഒരു പ്രഭാഷണം. ഞാനീ പറഞ്ഞത് വെറുതെ ഹിയറിംഗ് അല്ല, ഫോക്കസിങ്, അസിമിലേഷൻ. മനസ്സിൽ ആക്കണം. എന്ത് കാര്യം കിട്ടിയാലും അത് മനസ്സിൽ ആക്കാൻ. ഒരു 100 രൂപ കിട്ടിയാൽ നമ്മൾ അതെടുത്ത് കൃത്യമായിട്ട് എവിടെ വെക്കും? പേഴ്സിൽ വെക്കും. പക്ഷെ ഒരു നല്ല ഐഡിയ കിട്ടിയാൽ നമ്മളത് എന്ത് ചെയ്യില്ല? എടുത്ത് സൂക്ഷിക്കില്ല. നമ്മളതെടുത്ത് സൂക്ഷിക്കത്തില്ല. 100 രൂപ കിട്ടിയാൽ എല്ലാവരും അതെടുത്ത് സൂക്ഷിക്കും. പക്ഷേ ഒരു നല്ല ഐഡിയ കിട്ടിയാൽ, ഒരു നല്ല സ്റ്റോറി കിട്ടിയാൽ, ഒരു നല്ല പസിൽ കിട്ടിയാൽ വളരെ ചുരുക്കം ആളുകളെ അതെന്ത് ചെയ്യൂ? പെറുക്കി സൂക്ഷിക്കൂ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് അറ്റൻഡിങ് ആണ്. എവിടെ എന്ത് പ്രോഗ്രാമിന് പോയാലും അറ്റൻഡൻറ്റ് റെഡി. എപ്പോഴും ഫ്രണ്ടിൽ വന്നിരിക്കുക. റെഡി. തുറന്ന കണ്ണുകളോടുകൂടെ നോക്കുക. തല കുലുക്കി ഒരു ബോഡി ലാംഗ്വേജ് കാണിക്കുക. ഇതിനിടയ്ക്ക് വേറെ പരിപാടികൾ ചെയ്യാതിരിക്കുക. റെഡി. ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണെങ്കിലും നമുക്ക് തോന്നും, നമുക്ക് നമ്മുടെ മുടിയെല്ലാം ഒന്ന് എന്ത് ചെയ്തേക്കാം, ശരിയാക്കിയേക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബെൽറ്റെല്ലാം ഒന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, പിടിച്ചിട്ട്. അല്ല ഇന്ന് വൈകുന്നേരം ഇനി എന്തൊക്കെയാണ് എന്ത് ചെയ്യാനുള്ളത് ചെയ്യാം. ഇന്ന് ഉച്ചയ്ക്ക് എന്തായിരിക്കും ലഞ്ച്. പല കാര്യങ്ങളും നമ്മുടെ മൈൻഡ് പോവും. മൈൻഡിനെ അങ്ങനെ ഇങ്ങനെ പറന്ന് വിടാതെ മൈൻഡിനെ ഫോക്കസ് ചെയ്യുക. യോദ്ധ സിനിമയിലെ രസകരമായ ഒരു രംഗം, ഒരു കുട്ടി സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു ഗ്ലാസ് എന്ത് ചെയ്യുകയാണ്, നിൽക്കുകയാണ്. സൂര്യപ്രകാശം ഒരു ലെൻസിനകത്തൂടെ ഫോക്കസ് ചെയ്താൽ പേപ്പർ എന്ത് ചെയ്യും? കത്തും. ഫോക്കസ് ചെയ്താലേ കത്തു. ഫോക്കസ് ചെയ്തില്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റും എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒന്നാമത്തത് ഫോക്കസിങ് ആണ്. 2 ഇൻറ്റൻഷനാണ്. രണ്ടാമത്തത് മൈൻഡ്ഫുൾനെസ്സിൻ്റെ രണ്ടാമത്തെ ഡയമെൻഷൻ ഇൻറ്റൻഷനാണ്. എപ്പോഴും എന്തുണ്ടാകണം? ഒരു ഉദ്ദേശത്തോടെ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം ക്യാമ്പിന് ഒരു ക്ലാസ് കേട്ടേക്കാം. ഇത് ഒരു ചെറിയ ഇൻറ്റൻഷനാണ്, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു ക്ലാസ് നാളെ എടുക്കേണ്ടി വന്നാൽ എടുക്കണം, ശ്രദ്ധിക്കാം. ദിസ് ഈസ് ഇൻറ്റൻഷൻ. എനിക്ക് നാളെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു ക്ലാസ് എടുക്കേണ്ടി വന്നാൽ എടുക്കണം. നാളെ ഞാനൊരു അധ്യാപകനായി ജോലി ചെയ്യുമ്പം എൻ്റെ കുട്ടികൾക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? മൈൻഡ്ഫുൾനെസ്. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നാളെ എന്തുണ്ടാകണം? മൈൻഡ്ഫുൾനെസ് ഉണ്ടാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് 4 മക്കളുണ്ട് കേട്ടോ. ഈ 4 മക്കൾ ഞാനിങ്ങനെ, അവരെല്ലാം യൂട്യൂബിൽ അവരെല്ലാവരും ടോക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരുടെ എല്ലാം ടോക്ക് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ അവരെ എൻ്റെ ഓരോ പുതിയ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നത് അവരിൽ പരീക്ഷിച്ച് നോക്കും, അവരെ കൊണ്ട് പറയിപ്പിച്ച് നോക്കും, അവരെ കൊണ്ട് ഈ ആംഗ്യത്തോടെ സംസാരിക്കാനും പ്രഭാഷണ കലയും ഒക്കെ ഞാൻ പരിശ്രമിച്ച് നോക്കാറുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പം നമ്മുടെ മക്കൾക്ക് മൈൻഡ്ഫുൾനെസ് ഉണ്ടാകാൻ, നമ്മുടെ ജീവിത പങ്കാളിക്ക് ഉണ്ടാകാൻ, അച്ഛന് മൈൻഡ്ഫുൾനെസ് ഉണ്ടാകാൻ, അമ്മയ്ക്ക് മൈൻഡ്ഫുൾനെസ് ഉണ്ടാകാൻ ഞാൻ ശ്രദ്ധിക്കുന്നു. ദാറ്റ് ഈസ് ഇൻറ്റൻഷൻ. ഓക്കെ, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മൂന്നാമത്തത് ബി ഇൻ ദ മൊമെൻറ്റ്.
രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം ഉണ്ടായി കാണും, എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ. റെഡി? പക്ഷെ അത് എങ്ങോട്ട് കൊണ്ടുവരരുത്? സ്കൂളിലോട്ട് കൊണ്ടുവരരുത്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? ചുമ്മാതെ നമ്മൾ പിള്ളേരെ എന്ത് ചെയ്യും? അടിക്കും. ആർക്കുള്ള അടിയാണ് കൊടുക്കുന്നത്? ഭർത്താവിനോടുള്ള അടിയാണ് ദേഷ്യമാണ് ആരിൽ തീർക്കുന്നത്? നമ്മുടെ കുട്ടികളിൽ തീർക്കുന്നത്. ബി ഇൻ ദ പ്രസൻറ്റ്. ബി ഇൻ ദ പ്രസൻറ്റ്. അതിന് നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ബ്രീത്തിങ്. എല്ലാവരും വലത് കൈ വയറിലോട്ടൊന്ന് വെക്കാമോ? റെഡി? നല്ലപോലെ ശ്വാസം ഒന്ന് അകത്തോട്ടെടുക്കുക. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ഇനി എന്നെ ശ്രദ്ധിക്കാമോ? ശ്വാസം അകത്തോട്ട് എടുത്തപ്പോഴേ വയറ് പുറത്തോട്ട് വന്നോ അകത്തോട്ട് പോയോ? ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ശ്വാസം ശരിക്കും എടുത്തപ്പോൾ വയറ് അകത്തോട്ട് പോകുന്നോ പുറത്തോട്ട് പോകുന്നോ? കുറച്ച് പേർക്ക് പുറത്തോട്ടാണ്, കുറച്ച് പേർക്ക് അകത്തോട്ടാണ്. വയറകത്തോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് എന്തല്ല, ശരിയല്ല. കാരണം ബലൂൺ ഊതും തോറും ചൊട്ടുന്നു. ബലൂൺ ഊതി വീർപ്പിക്കും തോറും എന്ത് ചെയ്യുന്നു? ചൊട്ടി ചൊട്ടി വരുന്നു. ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശ്വാസം എടുക്കുമ്പം വയറെന്ത് ചെയ്യണം? പുറത്തോട്ട് വികസിക്കണം. ശ്വാസം ഉച്ഛ്വസിക്കുമ്പം വയറകത്തോട്ട് പോകണം. ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് ബ്രീത്തിങ് കറക്റ്റായാൽ തന്നെ നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ആവുകയും നമ്മുടെ കോൺസെൻട്രേഷനും മെമ്മറിയും കൂടുകയും ചെയ്യും. ഓക്കെ, അതാണ് മൂന്നാമത്തെ പ്രസൻസ്. നാലാമത്തത് ഓപ്പൺനെസ് ആൻഡ് ക്യൂരിയോസിറ്റി. പുതിയ കാര്യങ്ങൾ വായിക്കാനുള്ള കഴിവ്. ശ്രദ്ധിക്കണേ, എവിടെങ്കിലും ഒരു പുതിയൊരു കാര്യം കേൾക്കുക, ചിലരത് എഴുതിയെടുക്കും. എന്തിനാ? അതിനെപ്പറ്റി പോയി റെഫർ ചെയ്ത് ഇൻ്റർനെറ്റിൽ എന്ത് ചെയ്യാൻ? വായിക്കാൻ. ചില ആളുകൾ എന്ത് ചെയ്യും? ജസ്റ്റ് കേൾക്കത്തേ ഉള്ളൂ. ക്യൂരിയോസിറ്റി, ദാറ്റ് ഈസ് ദ ഫോർത്ത് ഡയമെൻഷൻ ഓഫ് മൈൻഡ്ഫുൾനെസ്. ഫിഫ്ത്ത് ഡയമെൻഷൻ, ഓൾവേസ് റെസ്പോണ്ട്, നെവർ റിയാക്ട്. ഞാനൊരു ഉദാഹരണം പറയുവാണ്, ശ്രദ്ധിക്കണേ. നിങ്ങൾ കാറിൽ യാത്ര ചെയ്ത് പോവാണ്. റെഡി? അപ്പോൾ ഉടനെ ഒരു ബുള്ളറ്റ് നമ്മുടെ പുറകെ വരുവാണ്. അപ്പം നമ്മുടെ ഡ്രൈവിങ് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? ബുള്ളറ്റിൽ വന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ നമ്മുടെ കാറിന് ക്രോസ് വെച്ച് എന്ത് ചെയ്തു? കാർ നിർത്തി. വന്ന് നമ്മുടെ ചെള്ളയ്ക്ക് ഒരു അടി അടിച്ചെന്ന് വിചാരിക്കുക. നമുക്ക് പല പോസിബിലിറ്റീസ് ഉണ്ട്. എന്ത് ചെയ്യാം? തിരിച്ചടിക്കാം. അല്ലെങ്കിൽ അയാളെ കാറെടുത്ത് അയാളുടെ ബുള്ളറ്റ് എന്ത് ചെയ്യാം? അയാൾ ഫ്രണ്ടിലോട്ട് പോകുമ്പം അയാളെ പോയി ഇടിക്കാം. അല്ലെങ്കിൽ ബുള്ളറ്റ് എന്ത് ചെയ്യാം? തള്ളിയിടാം. പല പോസിബിലിറ്റീസ്. അപ്പോൾ റിയാക്ഷനും റെസ്പോൺസും. ഓക്കെ, ഇപ്പോൾ റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അടിക്കാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് പിന്നിലോട്ട് മാറാം, കൈ തട്ടി മാറ്റാം. അടിക്കുന്നതിന് മുമ്പ് സുഹൃത്തെ എന്താണ് പ്രശ്നം അത് പറയൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. റെഡി? നമുക്കൊരു ചെറിയ ബോഡി ലാംഗ്വേജ് കാണിക്കാം. കൈ കൂപ്പുകയോ സോറി പറയാം. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി, മനഃപൂർവ്വമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? ഞാൻ ചെറിയൊരു സിറ്റുവേഷനാണ്. ശ്രദ്ധിക്കണേ. ഇനി സപ്പോസ് നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയാലോ? റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു ചെറിയ ഒരടി, ഓക്കെ സുഹൃത്തെ പോട്ട് ഞാൻ വിട്ടുകളാം, മതി, താങ്കൾ ഹാപ്പി ആയല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിർത്തിപ്പോവാവുന്ന ഒരു സാധനം ചിലപ്പോൾ ഒരു മരണത്തിൽ വരെ എന്ത് ചെയ്തേക്കാം? എത്തിയേക്കാം. തിരുവനന്തപുരത്ത് 2 പെൺകുട്ടികൾ വർഷങ്ങൾക്ക് മുമ്പാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1997 തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവമാണ്. TV ഇങ്ങനെ ചാനൽ മാറ്റിക്കൊണ്ടിരുന്നപ്പം ചേട്ടനും ചേച്ചി പെങ്ങന്മാർ 2 ഗേൾസ് തമ്മിൽ പിണങ്ങി. ഒരു പെൺകുട്ടി മൂലയ്ക്കിരുന്ന ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് മറ്റേ പെൺകുട്ടിയുടെ തലയിൽ അടിച്ചു. ഒരാൾ മരിച്ചുപോയി. തിരുവനന്തപുരത്ത് നടന്ന സംഭവമാണിത്. ഞാനിത് ഓർക്കാൻ കാരണം 95, 97 വർഷങ്ങളിൽ ഞാൻ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. സ്കൂളുകളിൽ. അപ്പോൾ സ്കൂളുകളിൽ അന്നത്തെ കുട്ടികളോട് പറയുന്ന ഒരു സ്റ്റോറി ആയിരുന്നു ഇത്. 1995, 97 കാലഘട്ടങ്ങളിൽ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചെന്നുള്ളതേ ഉള്ളൂ. റിയാക്ട് ചെയ്യരുത്, ഓൾവേസ് റെസ്പോണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ടീച്ചർ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, റിയാക്ട് ചെയ്യരുത്. പകരം എന്ത് ചെയ്യുക? റെസ്പോണ്ട് ചെയ്യും. ഇപ്പോൾ ആ ടീച്ചറിൻ്റെ അടുത്ത് പറയാം, ഭവ്യമായിട്ട് പറയാം, ടീച്ചറെ ഞങ്ങൾക്കിത് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. റെഡി? അല്ലെങ്കിൽ ടീച്ചർ മലയാളത്തിലാണ് സംസാരിക്കുന്നത്, എനിക്ക് ഇംഗ്ലീഷേ എന്ത് ചെയ്യുള്ളൂ,
അറിയുകയുള്ളൂ. റിയാക്ട് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദ 5th ഡയമെൻഷൻ. റെസ്പോണ്ട് ആൻഡ് ഡോണ്ട് റിയാക്ട്. 6th പോയിന്റ്, ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ്. നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു സെൽഫ് അവെയർനെസ് നമുക്കുണ്ടാകണം. മൈൻഡ്ഫുൾനെസ് നേടിയെടുക്കാൻ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു അവെയർനെസ് ഉണ്ടാക്കിയെടുക്കുക. 7ാമത്തത്, നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ മറക്കുക. ഫൊർഗെറ്റ് നെഗറ്റീവ് സ്റ്റോറീസ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വിട്ടുകളയണം. ലെറ്റ് ഗോ, ലെറ്റ് തിങ്സ് ഗോ. അതിങ്ങനെ വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കരുത്, എപ്പോഴും ഇങ്ങനെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്മുടെ കണ്ണിന് താഴെ കറുത്ത നിറം വരും പ്രിയപ്പെട്ടവരെ. ഒരിക്കലൊരു ബാങ്ക് മാനേജർ ഭാര്യയെടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ഓഫീസിൽ ഒരു പുതിയ ക്ലർക്ക് വന്നു, സൂസന് പൊടി മീശയുണ്ടെന്ന്, കുഞ്ഞു മീശയുണ്ടെന്ന് ബാങ്ക് മാനേജർ ഭാര്യയെടുത്ത് പറഞ്ഞ. 12 വർഷങ്ങൾക്ക് ശേഷം ഈ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് പറ്റി പുള്ളി ഹോസ്പിറ്റലിൽ കിടക്കുക. ഭാര്യ ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കാലെല്ലാം പ്ലാസ്റ്റർ പാരീസ് ഒക്കെ ഇട്ടിരിക്കുക. അപ്പോൾ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ചേട്ടാ എന്തു പറ്റി? പുള്ളി പറഞ്ഞു, റോഡിൽ ഒരു കല്ല് കിടന്നു, നല്ല ഒരു കല്ല്, ഞാനത് കണ്ടില്ല, ബുള്ളറ്റ് അതിൻ്റെ മണ്ടയിൽ കൂടെ കയറി വീണു. ഭാര്യ ചോദിക്കുക, റോഡിൻ്റെ നടുക്ക് കിടന്ന കല്ല് കണ്ടില്ലെന്നാ? സൂസന്റെ പൊടി മീശ കണ്ടതാണല്ല. 12 വർഷങ്ങൾക്ക് ശേഷം ഭാര്യ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇപ്പോഴും അത് ഓർത്തിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നടന്ന പെയിൻഫുൾ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യണം? മറക്കണം. പൊള്ളും സഹാറയിൽ പൂഞ്ചോല കണ്ടിടാം, മുള്ളുകൾക്കുള്ളിൽ മലർ കുലയും. സാധാരണ നിലയിൽ മനുഷ്യരെങ്ങനെയാണെന്നറിയാം, എപ്പോഴും നമ്മളെക്കാട്ടി കൂടുതലുള്ള ആളുകളെ പറ്റിയാണ് എന്ത് ചിന്ത. ഒരിക്കലും നമ്മളെപ്പറ്റി താഴെയുള്ള ആളുകളെ പറ്റി എന്ത് ചെയ്യത്തില്ല, ചിന്തിക്കത്തില്ല. നമുക്ക് പ്രൈഡ് വരുമ്പോൾ, അഹംഭാവം വരുമ്പം നമ്മളെക്കാട്ടി മുകളിലുള്ളവരെ പറ്റി ചിന്തിക്കണം. നമുക്ക് ഇൻഫീരിയോറിറ്റി വരുമ്പം നമ്മളെക്കാട്ടി താഴെയുള്ളവരെ പറ്റിയും എന്ത് ചെയ്യണം, ചിന്തിക്കണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഫൊർഗെറ്റ് നെഗറ്റീവ്സ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറന്നു കളയുക. സെൻസ് യുവർ ഫീലിങ്സ്. നമ്മുടെ ഫീലിങ്സ് മാറുന്നത് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണേ കൂട്ടുകാരെ. നമ്മുടെ ഫീലിങ്സ് മാറുന്നത് എങ്ങനെയാണെന്നറിയാം? കുഞ്ഞുനാൾ മുതൽ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി വന്ന മുറിവുകൾ വീണ്ടും ഉണർത്തപ്പെടുമ്പോഴാണ് നമ്മുടെ ഫീലിങ്സ് മാറുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഇവിടെ ഒരാൾ അടിച്ചാൽ എനിക്കൊരു റിയാക്ഷനും കാണത്തില്ല. പക്ഷേ ഇവിടെ ഒരു മുറിവുണ്ടെങ്കിലോ, അതിൻ്റെ മുകളിൽ ഒരാൾ അടിച്ചാലോ ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അടിയല്ല, ഓൾറെഡി ഉള്ള മുറിവാണ് നമ്മുടെ റെസ്പോൺസിന് കാരണം. റെഡി? കുഞ്ഞുനാൾ മുതലേ നമ്മളെ ആരെങ്കിലും കളിയാക്കി കൊണ്ടുവന്ന മേഖലയിൽ ഇപ്പോൾ ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഷൗട്ട് ചെയ്തെന്ന് വരാം. സോ നോ യുവർ ഫീലിങ്സ്. നമ്മുടെ ഉള്ളിലെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഫീൽ യുവർ വൂൺസ്. നമ്മുടെ മുറിവിലെ മുറിവുകൾ എന്താണെന്നും മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. ഇതാണ് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യങ്ങൾ. ഇനി മൈൻഡ്ഫുൾനെസ് നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്ന 5 കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ഞാനത് ലിസ്റ്റ് മാത്രം പറയാം. 1, ഇൻഹിബിഷൻ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഫീലിംഗ്. മൈൻഡ്ഫുൾനെസ് നമ്മളെ തടയുന്ന 5 ഘടകം. മൈൻഡ്ഫുൾനെസ് കില്ലേഴ്സാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഇൻഹിബിഷൻ. 2, പാസ്റ്റ്. പണ്ടത്തെ അനുഭവങ്ങൾ. ആനയെ കുഞ്ഞായിരിക്കുമ്പം ഒരു കൊച്ച് കയർ വെച്ച് കെട്ടിയിട്ടത് ആന വലിച്ചിട്ട് എന്ത് ചെയ്തില്ല, പൊട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോഴും ആന വലുതായാലും ഒരു ചെറിയ ചരട് മതി. കാരണം പണ്ട് വലിച്ചിട്ട് പൊട്ടാത്തത് ആന ഇപ്പോഴും എന്ത് ചെയ്തിരിക്കുക, ഓർത്ത് വെച്ചിരിക്കുകയാണ്. അതുമായിട്ടങ്ങ് സമരസപ്പെട്ടു പോയി. അപ്പം നമ്മുടെ പാസ്റ്റ്, യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, ടുമോറോ ഈസ് മിസ്റ്ററി, ടുഡേ ഈസ് പ്രസന്റ്. സോ ഇറ്റ് ഇസ് എ പ്രസന്റ്. നിങ്ങൾക്ക് കിട്ടിയ ഒരു സമ്മാനമാണെന്ത്, പ്രസന്റ്. ലിവ് ദ മൊമെന്റ്. ഓക്കെ. നൗ 3ാമത്തത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഞാൻ കൊള്ളത്തില്ല എന്ന ചിന്ത. ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുകയാണ്, You are more than what can happen to you. You are more than what can happen to you. നമുക്ക് എന്ത് സംഭവിക്കാമോ അതിലെല്ലാം ഉപരിയാണ് ആര്, നമ്മൾ. അതിലെല്ലാം ഉപരിയാണ് നമ്മൾ. നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, നമ്മുടെ ഡിഗ്രി അല്ല,
നമ്മുടെ മാർക്കല്ല, നമ്മുടെ പൊസിഷൻ അല്ല, ബാങ്ക് ബാലൻസ് അല്ല. നമ്മളാണെന്ത് പ്രധാനം, നമ്മുടെ ഹാപ്പിനെസ് ആണെന്ത് പ്രധാനം, നമ്മുടെ ഉള്ളിലെ പീസ് ആണ് പ്രധാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ആര്? മുകേഷ് അംബാനി. പക്ഷെ മുകേഷ് അംബാനി ഇന്ത്യയിലെ ആരല്ല? ഏറ്റവും ഹാപ്പിയസ്റ്റ് അല്ല. ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി രാജാവ് ഒരു ഉടുപ്പ് അന്വേഷിച്ചിറങ്ങി. അവസാനം ഒരു ബെഗറിനെ കണ്ടുപിടിച്ചു. പുള്ളിയാണ് ഹാപ്പിയസ്റ്റ്. പക്ഷെ ബെഗറിൻ്റെ അടുത്ത് ചോദിച്ചപ്പം ബെഗറിന് എന്തില്ല? ഉടുപ്പില്ല. അതൊന്നും ഇടാനാണ് രാജാവിന് ഇത്തിരി ഹാപ്പി ആവാൻ വേണ്ടി. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരാളുടെ ഉടുപ്പിട്ടാൽ രാജാവിൻ്റെ സങ്കടം മാറുമെന്ന് ആര് പറഞ്ഞു? രാജഗുരു പറഞ്ഞു. തപ്പിച്ചെന്നപ്പോൾ ഒരു ബെഗറിനെ കിട്ടി, അവന് ഉടുപ്പില്ല താനും. നാലാമത്തത് ഓവർ അംബീഷനാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ഉടനെ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. നാലാമത്തത് ഓവർ അംബീഷനാണ്. ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ആര്? ശ്രീബുദ്ധൻ. ആരാണ് ഈ ആശ? ഇവിടെ ആശയുണ്ടോ? ഇല്ല. ഭാഗ്യം. ആശ എന്ന് പറയുന്നത് വേണം കേട്ടോ. അറ്റ്ലീസ്റ്റ് ആശയെ നിഗ്രഹിക്കാനുള്ള ആശയെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? വേണം. അറ്റ്ലീസ്റ്റ് ആശയെ നിഗ്രഹിക്കാനുള്ള ആശയെങ്കിലും വേണം. പക്ഷേ ഒത്തിരി സമ്പത്ത് കിട്ടിയാൽ, വലിയ പദവി കിട്ടിയാൽ ഞാൻ ഹാപ്പി ആകുമെന്നാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്? മിഥ്യയായിട്ട് ചിന്തിക്കുന്നത്. അപ്പം ഓവർ അംബീഷൻ നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിനെ എന്ത് ചെയ്ത് കളയും? കൊന്നുകളയും. ലാസ്റ്റ് അഞ്ചാമത്തത് പ്രൈഡാണ്. പ്രൈഡ്. ശ്രദ്ധിക്കണേ, പ്രൈഡിന് ഒരു ഉദാഹരണം പറയാം. ഒരാൾ പറയുവാണ്, എനിക്ക് അഹങ്കാരം മാത്രമല്ല, അതുണ്ടെന്ന് മാത്രം പറയരുത്. അഹങ്കാരം അത് മാത്രം എനിക്കില്ല. രണ്ടാമതൊരാൾ, ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്, ഭയങ്കര അഹങ്കാരമാണ് എനിക്ക്. ആർക്കാ അഹങ്കാരം? ആദ്യത്തെ ആളിനാണ് അഹങ്കാരം. കിൽ പ്രൈഡ്. പ്രൈഡിനെ കൊന്നുകളയാൻ. ലാസ്റ്റ് പോയിന്റ്, മൈൻഡ്ഫുൾനെസ് നമുക്ക് എന്തൊക്കെ തരും? 1 ഹാപ്പിനെസ് തരും, 2 പീസ് തരും, 3 മെൻ്റൽ ഹെൽത്ത് തരും, ഇംപ്രൂവ്ഡ് മെമ്മറി, രോഗപ്രതിരോധ ശേഷി, സക്സസ്, എബിലിറ്റി ടു റെസ്പോണ്ട്, ആളുകളുമായി ഒരുമിച്ച് പോകാനും രമ്യതയിൽ കഴിയാനും ഒക്കെ ഉള്ള കഴിവ്. ഇതാണ് നമുക്ക് എന്ത് തരുന്നത്? മൈൻഡ്ഫുൾനെസ് തരുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മുടെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളോട് റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ലോകത്തിലെ ഫസ്റ്റ് ആകുന്നതിനേക്കാൾ ബെസ്റ്റ് ആകാൻ നമുക്ക് പരിശ്രമിക്കാം. ഒന്നാമനാകുന്നതിനേക്കാൾ നന്നാവാൻ നമുക്ക് പരിശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആശംസകൾ. വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ വലത്തെ സൈഡിൽ ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കൺ അമർത്തുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഓൺ ആവുകയും എൻ്റെ അടുത്ത വീഡിയോ കൃത്യമായി താങ്കളെ തേടിയെത്തുകയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.